അമലേ കൂടെയുണ്ടാകണമേ. അമ്മേ അമ്മേ മരിയേ കൂട്ടായിരിക്കണമേ. അമ്മേ അമ്മേ അമലേ കൂടെയുണ്ടാകണമേ. അമ്മേ അമ്മേ മരിയേ കൂട്ടായിരിക്കണമേ. കരൾ പൊട്ടിക്കരയുമ്പോൾ ഇടനെഞ്ചു വിങ്ങുമ്പോൾ കണ്ണുനീരൊപ്പുവാൻ നീ വരണം. പ്രിയപുത്രനോടെനിക്കായി പ്രാർത്ഥിക്കണം. കരൾ പൊട്ടിക്കരയുമ്പോൾ ഇടനെഞ്ചു വിങ്ങുമ്പോൾ കണ്ണുനീരൊപ്പുവാൻ നീ വരണം. പ്രിയപുത്രനോടെനിക്കായി പ്രാർത്ഥിക്കണം. അമ്മേ അമ്മേ അമലേ കൂടെയുണ്ടാകണമേ. അമ്മേ അമ്മേ മരിയേ കൂട്ടായിരിക്കണമേ. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകൾ നടച്ച് ആത്മാവിൻ്റെ നിറവിനായിട്ട് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മ ശക്തിക്കായിട്ട് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ വെളിപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. രോഗശാന്തിയായി, അത്ഭുതങ്ങളായി, അടയാളങ്ങളായി ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ മേൽ വന്ന് നിൽക്കുന്നതായി നമുക്ക് കണ്ടുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം അതിൻ്റെ പരിപൂർണതയിൽ നമുക്ക് ലഭിക്കപ്പെടുവാൻ നമ്മൾ എന്തെങ്കിലും ബലഹീനതകളോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകപ്പെട്ട് കഴിഞ്ഞു. വലിയ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ സാന്നിധ്യം സമസ്ത മേഖലയിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ നമുക്കൊരു നിമിഷം സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന. കരം പഠിച്ചു പാടാം. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളികമുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. മാളികമുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയവൻ അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ.
മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂവിൽ നയിച്ചൊരു പരിശുദ്ധാത്മാവേ, യോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂവിൽ നയിച്ചൊരു പരിശുദ്ധാത്മാവേ, സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും പതറാതെ അഭിഷേകത്തോടെന്നെ നയിക്കും പരിശുദ്ധാത്മാവേ, സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും പതറാതെ അഭിഷേകത്തോടെന്നെ നയിക്കും പരിശുദ്ധാത്മാവേ, അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. സ്വരമുയർത്തി അഭിഷേകത്തോടെ ആത്മാവിന്റെ ശക്തി ശരീരങ്ങളില്, ആത്മാവില്, നമ്മുടെ ആത്മാവില്, നമ്മുടെ ജീവനില്, നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ തലമുറകളിലേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസപൂർവ്വം കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ദൈവമായ കർത്താവിനെ സ്തുതിച്ചൊന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിക്കാമോ? എല്ലാവരും ചേർന്ന് സ്തുതിക്കാമോ? സർവശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് കരം അടിച്ച് പാടാം. എല്ലാവരും ചേർന്ന് സ്വരമുയർത്തി ഉച്ചസ്വരത്തില് ദൈവത്തെ നമുക്ക് പാടി ആരാധിക്കാം. വിശ്വാസത്താൽ യേശുവിൻ വസ്ത്രത്തുമ്പിൽ തൊട്ടപ്പോ യേശുവിൽ നിന്നും നിർഗമിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ യേശുവിൻ വസ്ത്രത്തുമ്പിൽ തൊട്ടപ്പോ യേശുവിൽ നിന്നും നിർഗമിച്ചൊരു പരിശുദ്ധാത്മാവേ, ചങ്ങലയാകും കൈത്താളത്താൽ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ ക്ഷണനേരത്തിൽ വിടുവിച്ചിടും പരിശുദ്ധാത്മാവേ, ചങ്ങലയാകും കൈത്താളത്താൽ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ ക്ഷണനേരത്തിൽ വിടുവിച്ചിടും പരിശുദ്ധാത്മാവേ, അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. ശക്തിയോടെ ഹല്ലേലൂയ, 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 ആവശ്യങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ഓരോ വ്യക്തികളുടെ ആഗ്രഹങ്ങളിലേക്ക് ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കപ്പെടട്ടെ എന്ന് ദാസർ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ. എല്ലാവരും ചേർന്ന് വിളിക്കാമോ? ഈശോയെ. സർവശക്തിയോടെ വിളിക്കാമോ? ഈശോയെ. നമുക്ക് ശാന്തമായിട്ടിരിക്കും. ഈശോയെന്ന് വിളിക്കുമ്പം അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുമ്പം പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് നമ്മൾ മോചിതരാവുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന്, ഇല്ലായ്മകളിൽ നിന്നൊക്കെ കർത്താവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ഓരോരുത്തരും രക്ഷയ്ക്ക് വീണ്ടെടുക്കുക. അതുകൊണ്ട് ഈശോയെന്ന് വിളിക്കാൻ പറയാം. അപകടങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ ഈശോയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ അപകടങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളെ മോചിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ച് ശീലിച്ചാലോ നമുക്ക് വിളിക്കാൻ പറ്റും.
ശീലിക്കുന്നില്ലെങ്കിലോ അയ്യോ എന്ന് വെക്കും. പ്രശ്നം വരും. ഒരു അപകടം മുന്നിൽ കാണുമ്പോൾ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചാൽ, എൻ്റെ യേശുവേ എന്ന് വിളിച്ചാൽ, ഈശോ ഉള്ളം കൈയിൽ എന്ന പോലെ അവിടെ നമ്മളെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 1 മുതൽ തിരുവചനം. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കർത്താവ് നൽകുന്ന ഈ വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വചനമാണ് നമ്മളെ സുഖപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളിച്ചെയ്യുന്നു, അന്ന് ഞാൻ ഇസ്രായേൽ ഭവനങ്ങളുടെയും ദൈവമായിരിക്കും. എല്ലാ ഇസ്രായേൽ ഭവനങ്ങളുടെയും ദൈവമായിരിക്കും. അന്ന് ഞാൻ, ഇന്ന് എല്ലാ ഇസ്രായേൽ ഭവനങ്ങളുടെയും ദൈവമായിരിക്കും. പരിശുദ്ധ കുർബാനയിലൂടെ ദൈവം തന്നെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം ദൈവജനത്തിൽ അന്ന് സകല ഇസ്രായേൽ ജനത്തിൻ്റെയും മേൽ ഞാൻ തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുമ്പം ദൈവം തൻ്റെ മഹത്വം. നമ്മുടെ പ്രശ്നം എവിടെയാണ്? വിശ്വാസക്കുറവാണ്. വിശ്വാസരാഹിത്യം മൂലം, കുറവ് മൂലം ഈശോയ്ക്ക് ചിലയിടങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് സാധ്യമാകാതെ വന്നു. അവരുടെ വിശ്വാസക്കുറവ് മൂലം രോഗശാന്തി കൊടുക്കാൻ പറ്റിയില്ല. വിശ്വാസത്തിലൂടെയാണ് ദൈവം തൻ്റെ കൃപ തൻ്റെ ദൈവജനത്തിൽ വെളിപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ഒരു 3 വാഹനം കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ? ഇവിടെ ഇരുന്നവർക്ക് അല്ലാതെയൊക്കെ പുറത്തുള്ളവർക്ക് വാഹനം കൊടുത്തു കർത്താവ്. ഇവിടെയുള്ളവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ ഒരു ചേച്ചിനോട് വിളിച്ചിട്ട് പറഞ്ഞു, വെറുതെ ആ വെള്ളിയാഴ്ച തന്നെ എനിക്കൊരു വാഹനം വാങ്ങിക്കാനുള്ള സാധ്യത ഉണ്ടായി, ആഗ്രഹിച്ചേ ഉള്ളൂ, സാധ്യത കർത്താവ് കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. UK-യിലുള്ള സഹോദരി സാക്ഷ്യം എഴുതി തന്നിട്ടുണ്ട്. ആ സഹോദരി പറഞ്ഞു, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് വിശ്വസിച്ചു എന്ന് പറയുകയാണ്. ഞങ്ങൾക്കൊരു ചെറിയ വണ്ടി വേണമായിരുന്നു, ഞങ്ങൾ വിശ്വസിച്ചു. ബ്രദർ പറഞ്ഞത് വിശ്വസിച്ചപ്പോൾ അന്ന് തന്നെ അവർക്ക് ആ സാധ്യത തെളിഞ്ഞു. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിലൂടെയാണ് ദൈവം തൻ്റെ കൃപ വെളിപ്പെടുന്നത്. അതുകൊണ്ട് ജെറമിയ പ്രവാചകൻ കർത്താവ് അരുളിച്ചെയ്യുന്നു, അന്ന് ഇന്ന് ഞാൻ എല്ലാ ഇസ്രായേൽ ഭവനങ്ങളുടെയും ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവുമായിരിക്കും. വിശ്വാസത്തിലൂടെ ദൈവത്തിൻ്റെ കൃപ. വചനത്തിൽ വിശ്വസിക്കുക. വചനം കേൾക്കുമ്പോൾ ആ വചനത്തെ നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ വചനത്തിലുള്ള ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ വെളിപ്പെടും. നമ്മൾ വെളിപാടിൻ്റെ പുസ്തകം ചിന്തിച്ചു നോക്കി. ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു അഭിഷേകമാണ് വെളിപാട് 21:2-3 വചനം. അത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു വലിയ കാര്യം നമ്മളെ കൊണ്ട് ചെയ്യുന്നത്, സ്വർഗത്തിൽ ദൂതൻ ഇറങ്ങി വന്ന് തിന്മയെ ബന്ധിച്ച് പാതാളത്തിലേക്ക് എറിഞ്ഞ്, നമ്മൾ എതിരെ നിൽക്കുന്ന തിന്മയെ ബന്ധിച്ച് പാതാളത്തിലേക്ക് എറിഞ്ഞ് വാതിലടച്ച് മുദ്ര ചെയ്ത് 1000 വർഷം തികയോളം ജനങ്ങളെ നമ്മളെ വഞ്ചിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വചനം പ്രാർത്ഥിക്കുമ്പോൾ 13 പ്രാവശ്യം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഈ വചനത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയും ഈ വചനത്തിലൂടെ ദൈവമഹത്വം നമ്മളിൽ വെളിപ്പെടുകയും ചെയ്യുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഇത് വചനം കേൾക്കുമ്പോൾ ആ വചനം ഹൃദയത്തിൽ, മറിയം വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് നമ്മളെ വചനം പഠിപ്പിക്കുന്നത്. ഹൃദയത്തിലേക്ക് കടന്നു, വചനം ഉള്ളിലേക്ക് കടന്നു. വിശ്വാസത്തിലൂടെ വചനം ഉള്ളിലേക്ക് കടന്നു വന്ന് ആ ഉള്ളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകും. ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ്. ആ ദൈവത്തിൻ്റെ വചനത്തിന് പുറമേയുള്ള തിന്മയെ അതിജീവിക്കുവാനുള്ള, അല്ലെങ്കിൽ ആ തിന്മയെ ശാസിക്കുവാനുള്ള ശക്തി തരുന്നത് ഉള്ളിലുള്ള വചനമാണ്. വചനമാകുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളിച്ചെയ്യുന്നു, വാളിനെ അതിജീവിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. വാളിനെ അതിജീവിച്ച ജനത എന്ത് സംഭവിച്ചു? മരുഭൂമിയിൽ അവർ കൃപ കണ്ടെത്തി. അബ്രാഹാം പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് ഇറക്കിവിട്ട ഹാഗാർ മരുഭൂമിയിലെ അനുഭവത്തിലേക്ക് കടന്നു പോവുകയാണ്. കാരണം ആ ഭവനത്തിലായിരുന്നപ്പോൾ ഒരു ദൈവിക സാന്നിധ്യം ഉണ്ടായിരുന്നു, ഒരു ദൈവിക ശക്തി അവിടെ പ്രകടമായിരുന്നു. ആ സാന്നിധ്യത്തിൽ നിന്ന്, ആ ശക്തിയിൽ നിന്ന് അവർ പുറത്തു പോയി കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായത് മരുഭൂമി അനുഭവം. അവിടെ വെച്ച് അവർ ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ, ഞങ്ങൾക്ക് മരണം പോലും ഞങ്ങളെ പിടികൂടാൻ സാധ്യതയാ, ജലമില്ല. അവിടെ സാധ്യത തെളിയുക. ജീവന്റെ ജലം അവിടെ നഷ്ടപ്പെട്ടത് തിരിച്ചറിഞ്ഞ ഹാഗാർ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായ കർത്താവ് മരുഭൂമിയിൽ നീരുറവ തുറന്നു കൊടുത്തുകൊണ്ട് അവളെയും കുഞ്ഞിനെയും അനുഗ്രഹിച്ചു. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? വാളിനിരയായ ജനത മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. നമ്മളെ ദൈവം മരുഭൂമി അനുഭവങ്ങളിൽ കൊണ്ടുപോയി ചില ഞെരുക്കങ്ങളിലൂടെ
ചില പ്രയാസങ്ങളിലൂടെ, ചില ബുദ്ധിമുട്ടുകളിലൂടെ, ചില തകർച്ചകളിലൂടെയൊക്കെ ദൈവം കൊണ്ടുവന്നതിന് എന്തിനു വേണ്ടിയിട്ടാ? തൻ്റെ മഹത്വം, തൻ്റെ സാന്നിധ്യം പ്രകടമാക്കുവാൻ. അപ്പോൾ വിശ്വാസം നഷ്ടപ്പെടാതെ, അത്തിമരം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലാതായാലും ആട്ടുംകൂട്ടം ആലയിൽ അറ്റുപോയാലും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്നുള്ള ആ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിക്കണമെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കിട്ടുമ്പോഴല്ല ആരാധിക്കേണ്ടത്, കിട്ടാത്തപ്പോഴും. ഞെരുങ്ങുമ്പോൾ, സമൃദ്ധിയുള്ളപ്പോഴല്ല, ആ സമൃദ്ധി ഉള്ളപ്പോഴും ഞെരുക്കങ്ങളുണ്ടാകുമ്പോഴും നമ്മൾ ദൈവമായ കർത്താവിനെ ആരാധിക്കും. യുദ്ധം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴോ യുദ്ധത്തെ അതിജീവിച്ചുകൊണ്ട് മരുഭൂമിയിലേക്ക് വരും. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ മരുഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ആ മരുഭൂമിയിൽ അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന, കൃപ തരുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ജെറമ്യാ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ, സഹനം കഴിയുമ്പോൾ, ആ മരുഭൂമി അനുഭവത്തിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ ആ മരുഭൂമി അനുഭവത്തിൽ നമുക്ക് കൃപ തരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഇനി ശരിയാകുമോ? ഇതിനി ശരിയാവുമോ? ആ വിശ്വാസമാ ശരിയാകാത്ത. എന്തുകൊണ്ടെന്നറിയോ? വിശ്വാസക്കുറവ് മൂലമാണ് ദൈവത്തിന് അവിടെ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് സാധ്യമാകാത്ത. വിശ്വാസക്കുറവ് മൂലമാണ്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുകയോ, വചനത്തെ വിശ്വസിക്കുകയോ, ഈ ആളെ നമുക്ക് ഈ ഒരു പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന്, അല്ലെ തകർച്ചയിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാമെന്നുള്ള വിശ്വാസത്തോടുള്ള പ്രാർത്ഥന, ഇടതടവില്ലാത്ത പ്രാർത്ഥന ആ വ്യക്തിയെ മോചിപ്പിച്ചെടുക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പെട്ടെന്ന് ഒരു സംഭവം എന്താ? നിരാശയിലേക്ക് പോവാ. നിരാശയല്ല, 3 പേർക്ക് വാഹനം കൊടുത്തുവെങ്കിൽ അവരൊന്നും പ്രതീക്ഷിക്കുന്ന സമയത്തൊന്നും അല്ല അത് കിട്ടുന്നത്. ആഗ്രഹിച്ചുള്ളൂ. ലോൺ കിട്ടാനായിട്ട് സാധ്യതയൊന്നുമില്ല. ഒരു ചേച്ചി പറഞ്ഞു, സാധ്യതയില്ലാത്ത സമയത്ത് ബാങ്കിൽ പോയി ചോദിക്കുമ്പോൾ അവിടെ ഒരു സാധ്യത ഉണ്ടാവുകയാണ്. പക്ഷെ ആഗ്രഹമുണ്ട്. നമ്മളെന്ന് പ്രാർത്ഥിക്കേണ്ട നമ്മുടെ ആഗ്രഹത്തിൻ്റെ മേൽ ദൈവം തൻ്റെ കൃപ, ചില അനുഭവങ്ങൾ നമ്മൾ ആഗ്രഹിക്കേണ്ടതാ. ഒരു മഴ സമയത്ത് നമുക്കിവിടെ എത്തിപ്പെടാനായിട്ട്, അല്ലെങ്കിൽ ദേവാലയത്തിൽ പോകാനായിട്ട്, ഞായറാഴ്ച ബലിയർപ്പിക്കാൻ പോകാനായിട്ട് ഒരു വാഹനം ഉണ്ടായിരുന്നെങ്കിൽ ആ മഴയെ അതിജീവിച്ച് നമുക്ക് വരാനായിട്ട് സാധ്യമാകുമായിരുന്നു. പക്ഷെ ഒരു വാഹനമില്ല, ഇരുചക്ര വാഹനമേ ഉള്ളൂ, 4 വീലർ ഇല്ല. അതുകൊണ്ട് അത് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുക. ഇതിനുവേണ്ടി ദേവാലയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കറങ്ങി നടക്കാൻ സിനിമാ തിയേറ്ററിൽ പോകാനല്ല വാഹനം കൊടുക്കുന്നത്, ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ, ദൈവമായ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് കുടുംബസമേതം ഒരുമിച്ച് വരുവാനുള്ളൊരു സാധ്യത ദൈവമായ കർത്താവ് നമുക്ക് തരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? യേശുവെന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? കന്യകയായ ഇസ്രായേലേ, നിന്നെ ഞാൻ വീണ്ടും പണിതുയർത്തും. എന്താ പറയുക? വീണ്ടും ഞാൻ പണിത് നിന്നെ ഉയർത്താൻ പോവാ. താഴ്ത്താനല്ല, നശിപ്പിക്കാനല്ല ദൈവം വന്നിരിക്കുന്നത്. ദൈവം വന്നിരിക്കുന്നത് വീണ്ടും പുനരുദ്ധരിക്കുവാനായിട്ടാണ്. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് ഞാൻ പുനരുദ്ധാനവും ജീവനുമാണ്. ജീവനില്ലാത്തവർക്ക് ജീവൻ നൽകുവാൻ, പുനരുദ്ധരിക്കപ്പെടേണ്ട മേഖലയിൽ പുനരുദ്ധരിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പുനരുദ്ധാനവും ജീവനുമാണ്. നശിച്ചു കിടക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുക. ഈശോ നശിച്ചു കിടക്കുക. എസെക്കിയേൽ പ്രവാചക പുസ്തകത്തിനകത്തുണ്ട്, ചിതറിക്കിടക്കുക, ഇസ്രായേൽ ഭവനം ചിതറിക്കിടക്കുക. പാപം ചെയ്തു, ഭിന്നതയുണ്ടായി, അവിടെ അവർ ചിതറിപ്പോയി. മക്കളൊരു സ്ഥലത്ത്. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, മക്കളൊരു സ്ഥലത്ത്, മാതാപിതാക്കള് രണ്ടും പേരും വേറെ വേറെ സ്ഥലങ്ങൾ. ചിന്തിച്ചു, ചിതറിക്കിടക്കുക. ഇത് ഒരുമിച്ച് കൂട്ടും കർത്താവ്. മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ എന്നതുപോലെ കർത്താവ് തങ്ങളെ ഒരുമിച്ച് കൂട്ടും. ഒലിവ് ചെടിയുടെ ചോട്ടില് തൈ നിൽക്കുന്നത് പോലെ മക്കളെ, കുടുംബസമേതം, കുടുംബത്തെ മുഴുവനും ദൈവമായ കർത്താവ് ഒരു മേശയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂട്ടുമെന്ന് സങ്കീർത്തന പുസ്തകത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ആഗ്രഹിക്കേണ്ടത്. ചിതറിക്കിടക്കുന്നത് ഈ നിഹിതന്മാരുടെ മേൽ വീശുക, ആത്മാവിനെ വീശുക, വചനത്തെ അയക്കുക എന്ന് പ്രവാചകനായ എസെക്കിയേലിനോട് ദൈവം പറയുകയാണ്. എസെക്കിയേൽ ദൈവസന്നിധിയിൽ നിലവിളിച്ച് കണ്ണുനീരൊഴുക്കി ദൈവസന്നിധി ഈ ചിതറിക്കിടക്കുന്ന അസ്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഓരോ ഇസ്രായേൽ കുടുംബമാണെന്ന് അവിടെ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ്. കുടുംബത്തിലുള്ള ചിതറിപ്പോയിരിക്കുക പല ദേശങ്ങളിലോ. ഒരു ചേച്ചി പറഞ്ഞ പോലെ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുക, പക്ഷെ ഞാൻ ഈ ദേശത്തെ ജോലി ചെയ്യുന്നത്, എനിക്ക് തിരുവനന്തപുരത്തേക്ക് തിരിച്ചുപോയി അവിടെ മക്കളോടൊപ്പം ആയിരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ആ ഒരു നിയോഗം വെച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക. ഈ നിയോഗത്തിന്റെ മേൽ, ഈ ആഗ്രഹത്തിന്റെ മേൽ ദൈവം തന്റെ കൃപ വെളിപ്പെടുത്തിയിരിക്കും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിതറിക്കിടക്കുന്നതിനെ ഒരുമിച്ച് കൂട്ടുവാൻ,
ജലം ഇല്ലാത്തതിനെ ജലം കൊടുക്കുവാനായിട്ട്, ദാഹിക്കുന്നവന് ജലം കൊടുക്കുവാൻ, ജീവജലത്തിൻ്റെ അരുവി തുറന്നു കൊടുക്കുവാൻ വേണ്ടി ദൈവം വന്നിരിക്കുന്നത്. മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനം കടന്നു പോകുമ്പോൾ അവിടെ ജലമില്ല, ദാഹിക്കുക അവർ ദൈവത്തെ വിളിച്ചപ്പോൾ ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞ് കയ്യിലിരിക്കുന്ന വടി ചൂണ്ടിപ്പിടിച്ചുകൊണ്ട് നീ ആ പാറയുടെ മേൽ ചൂണ്ടിപ്പിടിച്ചു നീ പ്രാർത്ഥിക്കുമ്പോൾ പാറ പിളർന്ന് ജലം ഒഴുകി വരുമെന്ന് മോശയെ ബോധ്യപ്പെടുത്തുകയാണ്. മോശയ്ക്ക് ആവേശം കൂടി. ആവേശം വേണ്ട, ദൈവശുശ്രൂഷയിൽ ഒരിക്കലും ആവേശത്തിൻ്റെ ആവശ്യമില്ല. മോശ എന്ത് ചെയ്തു? വടി ഉപയോഗിച്ച് അടിച്ചു. ദൈവം പറഞ്ഞത് ഇത് നീട്ടിപ്പിടിച്ച് ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞു. നിന്റെ വിശ്വാസത്തിലൂടെ, നിനക്ക് ദൈവത്തിൻ്റെ കൃപയിലൂടെ നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായ കർത്താവ് ചങ്കു പിളർന്ന് ജീവജലത്തിൻ്റെ അരുവി, ദാഹം തീർക്കുന്ന ജീവജലത്തിൻ്റെ അരുവി നിനക്ക് തുറന്നു തരുമെന്ന് മോശയോട് ദൈവം പറഞ്ഞുവെങ്കിലും മോശ എന്ത് ചെയ്ത്? കയറി ഒറ്റയടി അടിച്ചു, പാറ പിളർന്നു. ദൈവം പറഞ്ഞത് ദൈവം ചെയ്തു കൊടുക്കുകയാണ്. അവിടെ അവർക്ക് ജലം ആവശ്യത്തിന് കോരി കുടിക്കുവാനായിട്ട് ജലം അവിടെ കൊടുക്കുകയാണ്. നമുക്കറിയാം, മാറായിലോട്ട് ചെല്ലുമ്പോൾ അവിടെ കയ്പ് നിറഞ്ഞ ജലമാണ്. ദൈവം പറഞ്ഞു നീ തടിക്കഷ്ണം എടുത്ത് മാറായിലെ കയ്പുള്ള ജലത്തിലേക്ക് ഇടാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ വചനം പറ്റിച്ചേർന്നിരിക്കുക. നീ ചെയ്യുന്ന പ്രവൃത്തിയുടെ മേൽ ദൈവത്തിൻ്റെ വചനം പറ്റിച്ചേർന്നിരിക്കുമ്പോൾ ആ പ്രവൃത്തിയിൽ നീ ആ കൈപ്പാർന്ന ഒരനുഭവം ഉണ്ടാകത്തില്ല എന്ന് പുറപ്പാട് പുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുകയും. വിശ്വാസത്തിലൂടെയാ മോശ വിശ്വസിച്ച് ഒരു തടിക്കഷ്ണം എടുത്ത് മാറായിലെ കയ്പ് നിറഞ്ഞ ജലത്തിലേക്ക് ഇടുക. ആ തടിക്കഷ്ണത്തോട് ചേർന്ന് നീ പഠിക്കുമ്പോൾ, നീ ദൈവവചനോട് കൂട്ടിച്ചേർത്ത് നീ വായിക്കുമ്പോൾ, നീ പഠിക്കുമ്പോൾ, ഞാൻ കുട്ടികളോട് പറയും, നിങ്ങൾ കുറച്ചു നേരം നിന്ന് പഠിച്ചിട്ട് കുറച്ചു നേരം വചനം വായിക്കാം. ഈ പഠിച്ചിരിക്കുന്ന ഈ വാക്കുകളോട് ചേർന്ന് ദൈവത്തിൻ്റെ വാക്കുകളോട് ചേർക്കപ്പെടുമ്പോൾ നിന്റെ ഓർമ്മയിലേക്ക്, പരീക്ഷണ സമയങ്ങളിൽ ഓർമ്മയിലേക്ക് ഇത് കൊണ്ടുവരിക. ആരെ കൊണ്ടുവരുന്ന? ഈ വചനമാകുന്ന ദൈവം നിന്നെ ഓർമ്മപ്പെടുത്തി ആ സമയത്ത് നിനക്ക് കൃത്യമായിട്ട് എഴുതി വെച്ച് ആ പരാജയത്തെ നിനക്ക് വിജയമാക്കി മാറ്റുവാനായിട്ട് സാധ്യമാകും. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ പഠിച്ച് നമ്മുടെ റാങ്കൊക്കെ മേടിച്ചു, പക്ഷേ ഫലം ചൂടണമെങ്കിൽ വചനമില്ല എങ്കിൽ അവിടെ ഫലം ഉണ്ടാകത്തില്ല. ആത്മാവില്ല എങ്കിൽ ഫലം ഉണ്ടാകത്തില്ല. ഉപയോഗമില്ലാതായി മാറും. യേശു പറഞ്ഞ അത്യവർഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിന് വെട്ടി തീയിലിടാൻ പറയുക, അല്ലെങ്കിൽ വെട്ടി മാറ്റാൻ പറയുകയോ, അത് ഒരു വർഷം നമുക്ക് നോക്കാം. വീണ്ടും ഒരു വിശുദ്ധീകരണത്തിനായിട്ട് അതിനെ കൊത്തി അതിൻ്റെ ചോടൊക്കെ ഒന്ന് ഇളക്കി അതിൻ്റെ വേരുകളൊക്കെ മുറിയുകയാണ്. നമ്മൾ തെങ്ങും തടമൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വേരുകൾ, ചെറ്റവേരുകൾ എല്ലാം അടർത്തി മാറ്റിക്കൊണ്ട് നമ്മൾ വളമിടുന്നുണ്ട്. പുതിയ ഒരു അഭിഷേകം കൊടുക്കുക. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സഹനം വരുമ്പോൾ അവിടെ ഒരു വെട്ടിയൊരുക്കൽ ഉണ്ടാവുകയാണ്. ആ സഹനത്തിൽ അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അന്ന് അനുഭവിച്ച സഹനത്തെക്കാൾ ഉപരിയായിട്ടുള്ള ഒരു ഫലം അവിടെ കർത്താവ് അവിടെ തന്നിരിക്കും. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കന്യക ഇസ്രായേലെ, നിന്നെ ഞാൻ വീണ്ടും പണിതുയർത്തും. നീ വീണ്ടും തപ്പുകൾ എടുത്ത് നർത്തകരുടെ നിരയിലേക്ക് നീങ്ങും. സമരിയ പർവ്വതങ്ങളിൽ നീ വീണ്ടും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കും. കൃഷിക്കാർ കൃഷി ചെയ്ത് ഫലം അനുഭവിക്കും. നിന്റെ അധ്വാന ഫലം നിനക്ക് അനുഭവിക്കുക. നിന്റെ ദൈവമായ കർത്താവ് കൃപ തരും. കരമേർത്തി സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ കൊണ്ട് കരുതണം. നമ്മൾ നമ്മളെ തന്നെയല്ല കരുതേണ്ടത്, നമ്മുടെ മക്കളെ മാത്രമല്ല കരുതേണ്ടത്, നമ്മൾ ആരെ കഴിവും ദൈവത്തെ കൂടെ കരുതണം. ഒരു കുഞ്ഞാടുണ്ട്, പകരക്കാരനായ ഒരു കുഞ്ഞാട്. അബ്രാഹിം ഇസ്ഹാക്കിനെ കരുതിയപ്പോൾ ദൈവം പറഞ്ഞു, ഇസ്ഹാക്കിനെ നീ സമർപ്പിച്ചാൽ പകരക്കാരനായ ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ നിനക്ക് ബലിയായിട്ട് സമർപ്പിക്കുവാൻ ദൈവം തരുമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. നീ കൊടുക്കാനായിട്ട്, ദൈവത്തിന് കൊടുക്കാൻ ദൈവം തരുന്നത് പകരമായിട്ട് തരുന്നത് ദൈവത്തിൻ്റെ കുഞ്ഞാട്, രക്ഷയാണ്, രക്ഷകനെയാണ്. നീ സമർപ്പിക്കുമ്പോൾ നിന്റെ ജീവിതം, നിന്റെ കുടുംബം നീ ദൈവസ്ഥാനത്തിലേക്ക് നീ സമർപ്പിക്കും, നിന്റെ മക്കളെ നീ സമർപ്പിക്കുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്നത് ദൈവത്തിൻ്റെ കുഞ്ഞാടിനെയാണ്. കരമേർത്തുന്നോട് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമരിയ പർവ്വതങ്ങളിൽ വീണ്ടും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കും. കൃഷിക്കാർ കൃഷി ചെയ്ത് ഫലം അനുഭവിക്കും. എഴുന്നേൽക്കുക സിയോനിലേക്ക്, നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് പോകാമെന്ന് എഫ്രായിം മലമ്പ്രദേശങ്ങളിൽ നിന്ന് കാവൽക്കാർ വിളിച്ചു പറയുന്ന ദിവസം വരും. നമുക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് പോകാം. സമൃദ്ധി തരുന്നൊരു ദൈവം അനുഭവിച്ച് വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. 8 നോയമ്പിൻ്റെ 8 ദിവസങ്ങളിൽ ദൈവാരാധനയുടെ ഈ ദേവാലയം കടന്നു പോകുകയാണ്. പരിശുദ്ധ അമ്മയോടൊപ്പം ഉള്ളൊരു യാത്രയാണ്. അത് യേശുവിലേക്കാണ്. അമ്മ അടുപ്പിക്കുന്നത് യേശുവിലേക്കാണ്. 8 ദിവസം ആരാധനയുണ്ട്.
ഞായറാഴ്ച മാത്രം രാത്രിയിലാണെന്ന് മാത്രമുള്ള 6 മുതൽ 8 വരെയുള്ള സമയങ്ങളിലായിരിക്കും. ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ഈ 11-ന്റെ കുർബാനയ്ക്ക് ശേഷം യേശുവിനെ ആരാധിക്കാനുള്ള ഒരു സാധ്യത. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ജപമാലയിൽ പ്രാർത്ഥിച്ച് ബലിയർപ്പിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവമായ കർത്താവ് പുതിയ നീരുറവ തുറന്ന് നമ്മളെ അനുഗ്രഹിക്കും. കരമേർത്തുന്ന സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ വചനം പറയുക, എഴുന്നേൽക്കുക, പോകാൻ തയ്യാറാകുക, ദൈവസന്നിധിയിലേക്ക് പോകാനായിട്ട് തയ്യാറാകുക. വലിയ പാടാ. ഒരു ചേട്ടൻ്റെ ജീവിതം മുഴുവൻ തകർന്ന് തരിപ്പണമായിരിക്കും. ഞാൻ പറഞ്ഞ ചേട്ടൻ വരാൻ പറഞ്ഞു. അയ്യോ സമയം, വെള്ളിയാഴ്ചയാണ് ഒട്ടും വരുന്നത് ജോലി, ഈ ജോലി പോലും പോകുന്ന അവസ്ഥയിലാണ്. ഇപ്പോഴെങ്കിലും കർത്താവ് പറയുക, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും നെടുവീർപ്പോടും കണ്ണുനീരോടും കൂടി എൻ്റെ സന്നിധിയിലേക്ക് വേണം. ഭാര്യയുടെ ജോലി നഷ്ടപ്പെട്ടു, ഭർത്താവിൻ്റെ ജോലി പോകുന്ന അവസ്ഥയിലാണ്, നല്ലതായിട്ടുള്ളൊരു കടബാധ്യതയുണ്ട്. കർത്താവ് ഇത് എന്തിനോട് സഹനം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാ? ഇപ്പോഴെങ്കിലും ആയില്ല, സമയമായിട്ടില്ല, സമയം ആയിട്ടില്ല. വേറെ ഏത് കാര്യത്തിനും പണം മുടക്കി, ഒരു കല്യാണമാണെങ്കിലുണ്ടല്ലോ, ദൂരെ എവിടെയാണെങ്കിലും പണം മുടക്കി അവിടെ പോകാനായിട്ട് ഒരു മടിയില്ല. പക്ഷെ ദൈവസന്നിധിയിൽ കർത്താവ് പറയുക, അവിടെ പറയുന്ന പറയുക, എഴുന്നേൽക്കുക, സിയോനിലേക്ക്, നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് പോകാമെന്ന് എഫ്രായിമിലെ മലമ്പ്രദേശങ്ങളിൽ നിന്ന് കാവൽക്കാർ വിളിച്ചു പറയുന്ന ദിവസം വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് നീ പറയുന്ന ഒരു സമയം നിന്റെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് തരുമെന്ന് ജെറമ്യാ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി കരമേർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 10ാം ക്ലാസ് പഠിച്ച സമയത്ത് ഡിവൈനി ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 3 പ്രാവശ്യം കർത്താവ് എൻ്റെ തോളിൽ തട്ടിട്ട് പറഞ്ഞു, നീ വരാൻ പറഞ്ഞു. പോയില്ല. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചതാ, അവിടെ വെച്ച് വിളിച്ചു 3 പ്രാവശ്യം. പുറകിന്ന് ചേട്ടനെ വിളിക്കുന്ന ഓർത്തു, ആ ചേട്ടനല്ലേ വിളിച്ച കർത്താവാ. അപ്പൊ നായ്ക്കുമ്പർ വെച്ച് സ്റ്റേജ് വെച്ച് വിളിച്ചു പറഞ്ഞു, ഒരു സഹോദരനെ കർത്താവ് സ്പർശിക്കുന്നു എന്ന് പറഞ്ഞു. 3 പ്രാവശ്യം സ്പർശിച്ചു. എന്തിനാണ്? ശരീരത്തിന്റെ പ്രവണതയിൽ നിന്ന്, കണ്ണിന്റെ ദുരാശയിൽ നിന്ന്, ജീവിതത്തിന്റെ അഹന്തയിൽ നിന്ന് നീ വിടുതൽ പ്രാപിച്ച് എൻ്റെ സന്നിധിയിലേക്ക് നീ മടങ്ങി വരുവാൻ കർത്താവ് മുന്നറിയിപ്പ് കൊടുത്തന്നിട്ട് ആ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് ലോകത്തിന്റെ നൈമിഷിക സുഖങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ തയ്യാറായ നിമിഷങ്ങൾ ഇവിടെ അവിടെ നിന്നെല്ലാം കർത്താവ് പിടിച്ചു. എന്നെ എല്ലാ വാതിലും അടച്ച് കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തെ പ്രഘോഷിക്കുന്ന, യേശുവിനെ പ്രഘോഷിക്കുന്ന ഒരു വ്യക്തിയാക്കി കർത്താവ് തീച്ചൂളയിൽ എന്ന പോലെ ഉരുക്കിയെടുത്തു. കരമേർത്ത് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോട് വിളിക്കാമോ? നമുക്ക് പോകാം, കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലാം, പോകാം. പള്ളി പോകാൻ റെഡിയാ. ഇവിടെ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടല്ല, കർത്താവിൻ്റെ സന്നിധിയിലാണെങ്കിൽ ഒന്നും നഷ്ടപ്പെടത്തില്ല. അപ്പം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് വീണ്ടും നമ്മളെ പടുത്തുയർത്തും, പണിതുയർത്തും, പുനരുദ്ധരിക്കുമെന്ന് അവിടുന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. പുതിയ മേച്ചിൽപ്പുറങ്ങള്, പുതിയ മുന്തിരിത്തോട്ടങ്ങള് നട്ടുവളർത്തുവാനുള്ള ദേശം നിനക്ക് അവകാശമായി നൽകിക്കൊണ്ട് അതിലുള്ള മുന്തിരി ഫലങ്ങൾ അനുഭവിക്കുവാനുള്ള ദൈവിക കൃപ നിനക്ക് നിന്റെ ദൈവമായ കർത്താവ് തരുമെന്ന് ജെറമ്യാ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കൊടുക്കാനായിട്ട് തയ്യാറാകാൻ, വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാകാനായിട്ട്. കോടികൾ ഉണ്ടാക്കി, പക്ഷെ അതൊക്കെ ലോകത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. ഒരു ചേട്ടൻ ഇന്നലെ രാത്രി പറഞ്ഞ കാര്യമാണ്, ഇൻസുലിൻ എടുക്കാനായിട്ട് പൈസ, അത്രയും പൈസയാവുമോ? ഷുഗർ ഹൈ ആണ്. ഇപ്പൊ ഞാൻ ഡോക്ടറെ കണ്ടിട്ട് ആ ഇൻസുലിൻ മാറ്റി ഇച്ചിരി വില കൂടിയ ഇൻസുലിനൊക്കെ എടുക്കാൻ പറഞ്ഞു. ധനവാനായ ചേട്ടൻ, കോടീശ്വരനായൊരു ചേട്ടനായിരുന്നു. ആ ചേട്ടന് ഇൻസുലിൻ എടുക്കാനായിട്ട് അതിന് പൈസ ഉണ്ടാകുമോ എന്നുള്ള സംശയം. ഇവിടെ ആയിരിക്കുന്ന സമയത്ത് പച്ചം വേണ്ട, പള്ളി വേണ്ട, പട്ടക്കാരന് വേണ്ട, ദൈവത്തെ വേണ്ട. ഞാനും ദൈവമായിട്ട് കുമ്പസാരം ഇല്ല, ഞാനും ദൈവമായിട്ട് നേരിട്ട് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഒന്നും സംഭവിക്കത്തില്ല. പരിശുദ്ധ കുർബാനയിലൂടെ ഈശോ
ഈ ശരീരമാകുന്ന ആലയത്തെ അവിടുന്ന് പുനരുദ്ധരിക്കുക. പാപം, ശാപം, പൈശാചികത നിന്റെ ശരീരത്തിൽ നിന്ന് നിന്റെ വിശ്വാസരാഹിത്യത്തെ ദൈവം ഏറ്റെടുത്തുകൊണ്ട് ആ മുറിപ്പെട്ട മുറിവുകളിലൂടെ രക്തം ചിന്തിക്കൊണ്ട് നിന്റെ അശുദ്ധമായ ശരീരത്തെ, നിന്റെ അശുദ്ധമായ ഹൃദയത്തെ, നിന്റെ അശുദ്ധമായ ബുദ്ധിയെ, ലോകത്തിന്റെ ബുദ്ധിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ ബുദ്ധി നൽകിക്കൊണ്ട്, ദൈവത്തിന്റെ ജ്ഞാനം നൽകിക്കൊണ്ട് നിന്നെ ഏറ്റെടുക്കുന്ന തമ്പുരാന്റെ സ്നേഹമാണ് പരിശുദ്ധ കുർബാന. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഒത്തിരി സ്നേഹത്തോടെ വിളിക്കാമോ? കർത്താവ് അരുളിച്ചെന്നു, യാക്കോബിനെ പ്രതി സന്തോഷിച്ച് ആനന്ദിക്കുവേൻ, ജനതകളുടെ തലവനെ കുറിച്ച് ആഹ്ലാദരം മുഴക്കുവേൻ. കർത്താവ് തൻ്റെ ജനത്തെ, ഇസ്രായേലിൽ അവശേഷിക്കുന്നവരെ രക്ഷിക്കുന്നു എന്ന് സ്തുതി പാടുവേൻ. കർത്താവാണ് നമ്മെ രക്ഷിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറെ രക്ഷയൊന്നുമില്ല. ഒരാളെ സഹായിക്കാനെങ്കിൽ വന്നിരുന്നെങ്കിൽ ഒരിക്കലും വരത്തില്ല. കർത്താവാണ് രക്ഷകൻ. ദൈവം നമുക്കൊരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുവാനുള്ള ഒരു സാധ്യത നമുക്ക് നൽകാതെ ഒരിക്കലും നമ്മൾ അനുഗ്രഹിക്കപ്പെടത്തില്ല. ഒരാൾ തന്നിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരാളൊരു ഭവനം വെച്ചു കൊടുത്തത് കൊണ്ട് അതിനകത്ത് വസിക്കണമെന്നില്ല. ഒരേക്കർ സ്ഥലം കൊടുത്തത് കൊണ്ട് അതുകൊണ്ട് രക്ഷപ്പെടണമെന്നൊന്നുമില്ല. കാരണം രക്ഷപ്പെടണമെങ്കിൽ ദൈവം കൂടെ ഉണ്ടായിരിക്കണം. അതാണ് വചനം ഓർമ്മ. ഇപ്പോഴും ഈ സമയത്തെങ്കിലും നിങ്ങൾ ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ ഒരുക്കുമ്പോഴല്ല, വെട്ടി ഒരുക്കും, കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടിയിട്ട്. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനും ഐശ്വര്യത്തിനുള്ള പദ്ധതിയാണ്. ആ പദ്ധതിയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ദൈവം തൻ്റെ ആഗ്രഹം സാധിച്ചു തരുന്നതാ. ആഗ്രഹം സാധിച്ചു തരുക. ഈ 40 ദിവസങ്ങളിൽ നമ്മൾ മുഴുവൻ ജപമാലയും ചൊല്ലി പ്രാർത്ഥിക്കുക. നമ്മുടെ സനുമോനില്ലേ, നമ്മുടെ ലൈവിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന സനുമോൻ ഒരു ആഗ്രഹമായിരുന്നു, ഒരു 4 വീലർ. സനുമോൻ ഓർക്കാത്ത സമയത്ത് സനുമോൻ്റെ വീട്ടിലേക്ക് ഒരു വാഹനം, ഒരു കൂട്ടുകാരൻ പറഞ്ഞു, എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് വെക്കണം പറഞ്ഞു, എന്നെ വിലക്ക് എടുത്തോളാൻ പറഞ്ഞു. ആ സമയത്ത് സാധ്യതയുണ്ടാവുക. അപ്പം അദ്ദേഹം ഇവിടെ ഇല്ല, കണ്ണൂരെങ്ങണ്ട. ഈ സമയത്ത് തൻ്റെ വീട്ടിൽ ഒരു വാഹനം ഓടിക്കേറുക. കാരണം ശുശ്രൂഷ ചെയ്യുന്ന ഒരുവൻ നനയാതെ യാത്ര ചെയ്യേണ്ടത് ആവശ്യം ദൈവത്തിൻ്റെതാണ്. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ദൈവത്തെ കരുതുന്ന ഒത്തിരി പേര് കളിയാക്കാൻ പ്രിയപ്പെട്ടവരെ. ഈ മനുഷ്യൻ്റെ പുറകെ എന്തിനു നടക്കുന്നു എന്ന് ചോദിക്കും. ഞാനൊന്നും കൊടുക്കത്തില്ല. കാരണം പത്രോസും യോഹന്നാനും മുടന്തനായ മനുഷ്യനോട് പറഞ്ഞു, വെള്ളിയോ സ്വർണ്ണോ ഒന്നും ഇല്ല കൈവശം, ഉള്ളത് നസ്രായന യേശു മാത്രമാ. ആ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ സൗഖ്യം പ്രാപിച്ചു, മുടന്ത് മാറി. ഒരുവന്റെ മുടന്ത് മാറ്റുവാനായിട്ട് അവന് കൊടുക്കേണ്ടത് യേശുവിനെയാണെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരമേർന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ വരുന്നവർക്ക് ഒന്നും കിട്ടാറില്ല എന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കിട്ടേണ്ടത് എന്താ? കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വരുന്നത്. അവർക്ക് അവിടെ പറയുന്നുണ്ട്, പത്രോസ് യോഹന്നാനോട് ചേർന്ന് പറയും, മക്കളെ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, പക്ഷെ എല്ലാം തരുന്ന ഒരുവനെ തരാനായിട്ട് എനിക്ക് സാധ്യതയുണ്ട്. അവനെ തരാം. ഞാൻ അവനെ സ്വീകരിച്ചു വെച്ചിരിക്കുക. അവൻ എന്നിലുണ്ട്. അവനെ തരാം, അവൻ്റെ നാമം തരാം. ആ നാമത്തിൽ നിന്റെ മുടന്ത് മാറട്ടെ. ഇവിടെ നമ്മളൊക്കെ മുടന്തുള്ളവരാ. ഈ മുടന്ത് മാറ്റുന്നത് മറ്റുള്ളവരിലൂടെയാ. അവർ പറയും അവരനുഭവിച്ച യേശുവിനെ കുറിച്ച്, അവരനുഭവിച്ച ദിവ്യകാരുണ്യ സ്നേഹത്തെക്കുറിച്ച് അവർ പറയുമ്പോൾ കാതോർത്ത് അവരുടെ അധരങ്ങളിലൂടെ വരുന്ന വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത്. അവരെന്താണ് പറയുന്നത്? ഇവിടെ ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അനേകം ആത്മീയ ശുശ്രൂഷകളുടെ അധരങ്ങളുടെ വരുന്ന വാക്കുകൾ കേട്ടനുസരിക്കുവാൻ തയ്യാറായപ്പോഴാ, പുരോഹിതരുടെ മെത്രാന്റെ വാക്കുകൾ കേട്ടനുസരിക്കാൻ തയ്യാറായതുകൊണ്ടാണ് ഇന്ന് ഈ അൾത്താരയിൽ സഭയുടെ അനുവാദത്തോടെ ശുശ്രൂഷിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചത്. കരമുയർത്തി പിടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അപ്പൊ ചെല്ലു പറയും ഇന്ന കുടുംബത്തിലെ ആയതുകൊണ്ടാ. ചെല്ലു പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പാവപ്പെട്ട വീട്ടിൽ ജനിച്ചുകൊണ്ടാ, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ ആയേനെ.
ഇവിടെ അതിനകത്തൊന്നുമില്ല. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. സഭാതലവന്മാരെയും സഭയിലെ വൈദികരെയും അവർ പറയുന്ന വാക്കുകൾ കേട്ടനുസരിച്ച് സഭയിൽ ശ്രേഷ്ഠ ശുശ്രൂഷ ചെയ്യുന്ന ആത്മീയ ശുശ്രൂഷകരുണ്ട്. അവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ബലഹീനതകൾ, കുറവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് തിരുത്താൻ തയ്യാറായിക്കൊണ്ട് ദൈവസ്ഥാനത്തിൽ വരുമ്പോൾ നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ കുറവുകൾ തിരുത്തി തരുന്നത് യേശുവാണ്. ആ ബലഹീനത ഏറ്റെടുത്തുകൊണ്ട് ആ ശരീരവും രക്തവും ആത്മാവും ജീവനം നൽകിക്കൊണ്ട് ദൈവസന്നദ്ധിയിൽ യേശു നിന്നതുപോലെ, ശിഷ്യന്മാരെ നിർത്തിയതുപോലെ നിർത്തുവാനായിട്ട് ദൈവം നമുക്ക് കൃപ തരും. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം കരിസ്വാനിൽ കുർബാന കണ്ടിട്ട്, വൈകുന്നേരം കുർബാന കാണാൻ പറ്റും, രാവിലെ പോകാനായിട്ട് സാധിച്ചില്ല. വൈകുന്നേരം കുർബാന കണ്ടിട്ട് അവിടുന്ന് 6 മണിയുടെ കുർബാന കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു അപ്പച്ചൻ എന്നെ കണ്ടിട്ട് അപ്പച്ചൻ പറഞ്ഞു, മോനെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ കൈകുപ്പി നിന്ന് അപ്പച്ചൻ്റെ അടുത്ത്, പ്രായമുള്ളൊരു അപ്പച്ചനാണ്. എൻ്റെ അപ്പച്ചൻ എന്നും ബലിയർപ്പിക്കുന്ന അപ്പച്ചൻ. അപ്പച്ചൻ എന്നോട് പറഞ്ഞു, നിന്റെ ശുശ്രൂഷ നിന്നു പോകാനായിട്ട് പലരും പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ജീവിതകാലം മുഴുവൻ നടന്നു പോകാൻ വേണ്ടി നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? ഇവിടെ അപ്പച്ചൻ്റെ ജീവിതം കേട്ടോ, ഇത് നിന്നു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തികൾ ഈ ദേശത്തുണ്ട് എന്ന് പറയും, ഇത് നിന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പച്ചൻ പറയും, ഞാൻ മോനെ നിനക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും. നിന്റെ ശുശ്രൂഷ ഒരിക്കലും നിലയ്ക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അപ്പച്ചൻ എൻ്റെ മുഖത്ത് നോക്കി ഉറപ്പ് തരിക. ഒരിക്കൽ കൂടി കരമേർത്തൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അവരെ ഉത്തരദേശത്തു നിന്ന് കൊണ്ടുവരും, ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടും. അന്ധരും മുടന്തരും ഗർഭിണികളും ഈറ്റുനോവ് തുടങ്ങിയവരും ഉൾപ്പെട്ട ഒരു വലിയ കൂട്ടമായിരിക്കും അവർ. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും. അവർക്ക് കാലിടറുകയില്ല. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്, എഫ്രായിം എൻ്റെ ആദ്യജാതനും. ജനതകളെ കർത്താവിൻ്റെ വചനം കേൾക്കുവേൻ, വിദൂര ദ്വീപുകളിൽ അത് പ്രഘോഷിക്കുവേൻ. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവരെ ഒരുമിച്ച് കൂട്ടുകയും ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്നതുപോലെ പാലിക്കുകയും ചെയ്യുന്നു ഞാൻ പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? ഇവിടെ പല ശുശ്രൂഷകൾ പല സ്ഥലങ്ങളിൽ നടന്നപ്പോൾ അവിടെയെല്ലാം ആ ശുശ്രൂഷകളെ പലരും ചിതറിച്ചു കളഞ്ഞുവെങ്കിൽ ദൈവം അത് പല സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ പലരാല് ഈ ശുശ്രൂഷ പല സ്ഥലങ്ങളിൽ വെച്ച് തകർത്ത് കളഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് പല സ്ഥലങ്ങളിൽ വീണ്ടും കർത്താവ് പുനരുദ്ധരിച്ചിട്ടുണ്ട്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെല്ലാം തീർന്നെങ്കിൽ അവൻ ഒരിക്കലും അൾത്താരെ പ്രവേശിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അൾത്താരയിൽ നിന്ന് ഇറക്കിയവരുണ്ട്. എന്നാലും എൻ്റെ ദൈവം, ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ വില കൊടുക്കുന്ന, എൻ്റെ ശരീരത്തെ കൊടുത്തിരിക്കുന്ന എൻ്റെ പൊന്നു തമ്പുരാൻ ഒരിക്കലും എന്നെ കൈവിട്ടിട്ടില്ല. കരമുയർത്തുന്ന സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? പ്രതീക്ഷയോടെ വിളിക്കാമോ? പ്രിയപ്പെട്ട, ഞാൻ വില കൊടുത്ത് നിൽക്കുന്നത് എൻ്റെ കുടുംബജീവിതം മാറ്റിവെച്ചുകൊണ്ട്, എൻ്റെ മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹം പോലും ഞാൻ മാറ്റിവെച്ചുകൊണ്ട്, ദൈവജനത്തെ സ്നേഹിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ അൾത്താരയിൽ നിങ്ങൾക്ക് വേണ്ടി, ഓരോ ജനത്തിന് വേണ്ടി, ഓരോ മക്കൾക്ക് വേണ്ടി മണിക്കൂറുകൾ മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത്. കരമുയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? ഒത്തിരി സ്നേഹത്തോടെ വിളിക്കാമോ? സർവശക്തനായ ദൈവത്തെ വിളിക്കാമോ? നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ദിവസസന്നദ്ധിയിൽ പരിപൂർണമായിട്ട് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ഈശോയ്ക്ക് കൊടുക്കാൻ, ഈശോയ്ക്ക് വേണ്ടി കൊടുക്കാൻ, മണിക്കൂറുകൾ ഈശോയ്ക്ക് വേണ്ടി കൊടുക്കാനായിട്ട്. പലതും ത്യജിച്ചല്ലാതെ ദൈവത്തെ സ്വന്തമാക്കാനായിട്ട് സാധ്യമല്ല. പലതും വിട്ടുകൊടുക്കാനുണ്ട്. ജീവിതത്തിൻ്റെ ചില നൈമിഷിക സുഖങ്ങൾ അവയെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് പരിപൂർണമായിട്ടും ദൈവസന്നദ്ധിയിൽ ആയിരിക്കുവാൻ, കർത്താവിൻ്റെ സന്നദ്ധിയിലായിരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവ് പരിശുദ്ധ രക്തത്താൽ കഴുകപ്പെടാൻ ആഗ്രഹിച്ച് ചങ്കോട് ചേർത്ത് കരമൊന്ന് പിടിച്ച്, ഈ ചങ്കിലെ സ്നേഹം ഈശോയോടുള്ള സ്നേഹമായിരിക്കണം. കണ്ണടച്ച് ഈശോയെ മുന്നും ധ്യാനിച്ച്, ദൈവത്തെ ധ്യാനിച്ച്, യേശുവിനെ ധ്യാനിച്ച്, രക്ഷകനായ യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച്, ഈശോയെ നീയല്ലാതെ മറ്റൊരു രക്ഷകൻ എനിക്കില്ല, നീയല്ലാതെ മറ്റൊരു വഴി എൻ്റെ ജീവിതത്തിലില്ല. ആ വഴിയിലൂടെ, നീ വിളിച്ച വഴിയിലൂടെ സകലത് ഉപേക്ഷിച്ച് നിന്നെ പിന്തുടരുമ്പോൾ
ലഭിക്കുന്നത് സ്വർഗരാജ്യം. ഈ ലോക ജീവിതത്തിൽ പലതും നഷ്ടപ്പെടുത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് സ്വർഗരാജ്യം ഉറപ്പാ. ഇവിടെ ഒന്നും ഒരു മഹത്വം കിട്ടത്തില്ല പ്രിയപ്പെട്ടവരെ. ഇവിടെ ഒന്നും കിട്ടും. ഒരു ആത്മീയ ശുശ്രൂഷകന് ഇവിടെ ഒരു മഹത്വവും ഈ ഭൂമിയിൽ ജനമൊന്നും മഹത്വപ്പെടുത്തത്തൊന്നുമില്ല. ആരും മഹത്വപ്പെടുത്തില്ല. മഹത്വം തരുന്നത് ദൈവമാണ്. അത് സ്വർഗത്തിൽ, ആ ഭൂമിയിൽ ഒന്നും കിട്ടത്തില്ല. സ്വർഗം ഉറപ്പാ. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടതെന്ന് ഓർത്ത് നീ സന്തോഷിക്കുമെന്ന് യേശു പറഞ്ഞു. കരഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് എൻ്റെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെടാൻ വേണ്ടി ഓരോ മകനും മകളും പ്രാർത്ഥിച്ച്. സാത്താൻ വിട്ടുപോകുന്നു എന്നുള്ള ഓർത്ത് നിങ്ങൾ സന്തോഷിക്കേണ്ട. മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടു എന്നതിനെ ഓർത്ത് സന്തോഷിക്കുമെന്ന് ഈശോ ജനത്തെ പഠിപ്പിക്കുക, ശിഷ്യന്മാരെ പഠിപ്പിച്ചുവെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അവനെ സ്നേഹിക്കാൻ ചങ്ക് കൊടുത്ത് സ്നേഹിച്ചവൻ, ചങ്ക് തുറന്ന് സ്നേഹിച്ചവൻ, അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. അങ്ങനെ സ്നേഹിക്കുമ്പോഴാണ് പരസ്പരം സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധ്യമാകുന്നത്. വേറെ ഒന്നുമില്ല ഈ ഭൂമിയിൽ, ഒന്നും കിട്ടത്തില്ല. ഈ ഭൂമിയിൽ എന്തൊക്കെ കിട്ടുമെന്ന് ഓർത്തുണ്ടോ? ഒന്നുമില്ല. എല്ലാം കിട്ടുന്നത് ഇവിടെ ജീവിക്കാനുള്ള കർത്താവ് തരും. ഇവിടെ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ കർത്താവ് തരും. ഇവിടെ ഒത്തിരി സാധ്യതകൾ കർത്താവ് തുറന്നു തരും. മേച്ചിൽപ്പുറങ്ങൾ തരും, കൃഷിയിടങ്ങൾ തരും, ഭവനം തരും, വാഹനങ്ങളൊക്കെ കർത്താവ് തരും, സൗകര്യങ്ങളൊക്കെ ദൈവം തരും. പക്ഷേ ലക്ഷ്യം എപ്പോഴും സ്വർഗത്തിൽ അവൻ എനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ഒരു വാസസ്ഥലം അവൻ തിരികെ കൊണ്ടുപോകാൻ വരുമ്പോൾ ആ വാസസ്ഥലം എനിക്ക് ഉറപ്പാകണമെങ്കിൽ എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കണം. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച്, ഈശോയെ, ഈ ലോകത്ത് ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് നിന്നെക്കാൾ ഉപരിയായി, സൃഷ്ടാവിനേക്കാൾ ഉപരിയായി സൃഷ്ടവസ്തുക്കളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ സൃഷ്ടാവിൻ്റെ സ്നേഹം അവരോടുകൂടി ഉണ്ടായിരിക്കത്തില്ല എന്ന് യേശു പഠിപ്പിച്ചു. ഈശോയെ, ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും സൃഷ്ടവസ്തുക്കളോട് ദൈവത്തെക്കാൾ ഉപരിയായ സ്നേഹം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിലുപരിയായ ദൈവസ്നേഹത്തിലേക്ക് കടന്നു ചെല്ലുവാൻ എൻ്റെ ഈ പാപത്തെ അവിടുന്ന് ഏറ്റെടുത്തുകൊണ്ട് കർത്താവെ അവിടുന്ന് എന്നെ കഴുകണേയെന്ന്, എന്നെ വിശുദ്ധീകരിക്കണേയെന്ന്, എന്നെ വീണ്ടെടുക്കണമേ എന്ന്, ആ മഹത്വം എന്നിൽ പുനഃസ്ഥാപിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. സമ്പത്തായിരിക്കും, ആ സമ്പത്ത് ഉണ്ടാക്കാനുള്ള ലക്ഷ്യമായിരിക്കും, അവിടെയെല്ലാം തകർക്കപ്പെടും. ഈശോയെ സ്നേഹിച്ചാൽ സർവ്വസമ്പത്തിൻ്റെ ഉടയവനായ ദൈവം നമുക്ക് സമൃദ്ധി നൽകി അനുഗ്രഹിക്കുമെന്ന് ജെറമ്യ പ്രവാചകരുടെ കർത്താവ് ഉറപ്പ് തരുക. പ്രാർത്ഥിച്ച്, ഓരോരുത്തരും പ്രാർത്ഥിച്ച്. ഇവിടെ സമാധാനം കിട്ടണമെങ്കിൽ സമാധാനത്തിൻ്റെ ദൈവത്തെ സ്വന്തമാക്കുമ്പോഴാണ് ആഗ്രഹിച്ച്. ഈശോയെ, ഭൂമിയെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഈശോ വന്നേ. സമാധാനമില്ലാത്ത ശിഷ്യന്മാർക്ക് ഈശോ കൊടുത്ത സമാധാനം ഓരോ പരിശുദ്ധ കുർബാനയുടെ നിമിഷങ്ങളിലോ അതിനിടയിലൂടെ എല്ലാം ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. സമാധാനം നഷ്ടപ്പെട്ടവർക്ക് സമാധാനം പുനഃസ്ഥാപിക്കുവാൻ, ഐശ്വര്യം നഷ്ടപ്പെട്ടവർക്ക് ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ കർത്താവ് വന്നേ. കർത്താവെ, അവിടുന്ന് എന്നെ പുനരുദ്ധരിക്കണമെന്ന് ഓരോ മകനും മകളും പ്രാർത്ഥിക്കുക. കരസ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് എന്നെ വീണ്ടെടുക്കുവാൻ വന്ന മിശിഹായെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാമോ? ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കരമടിച്ച് നമ്മൾ പാടി പ്രാർത്ഥിക്കുക. കരമടിച്ച് പാടുകയും ഈശോയുടെ തിരുരക്തത്തിന്റെ വലിയ അഭിഷേകം നമ്മുടെ ഓരോ കോശങ്ങളിലും വെളിപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് കരമടിച്ചു ദൈവമായ കർത്താവിനെ നമ്മൾ ആരാധിക്കാൻ സകലതും വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു. സകലതും ഈ ലോകത്തിന്റെ നൈമിഷികമായ ആഗ്രഹങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുത്തേ. എന്നിട്ട് ഈശോയോട് പ്രാർത്ഥിച്ച്, എൻ്റെ ആഗ്രഹങ്ങളുടെ മേൽ ഞാനിത് വിട്ടുകൊടുക്കുമ്പോൾ എൻ്റെ ആഗ്രഹത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. മക്കളായിരിക്കും ചിലപ്പോൾ, അവരിലൂടെയൊക്കെ രക്ഷ കാണുന്ന. ഒരിക്കലും രക്ഷപ്പെടത്തില്ല മക്കളെ, യേശുവിലൂടെയാണ്. യേശുവിനെ സ്വന്തമാക്കിയ മക്കളിലൂടെ രക്ഷ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധ്യമാകും. വിട്ടുകൊടുത്തേ, മക്കളെ വിട്ടുകൊടുത്തേ, കുടുംബത്തെ വിട്ടുകൊടുത്തേ. ഞാനതെല്ലാം നടത്തുന്നത് എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ കരങ്ങളുടെ ബലം കൊണ്ടാണ്. ഞാൻ മരിച്ചുപോയതെല്ലാം തീർന്നു പോകുന്നുള്ള തെറ്റായ ബോധ്യം ഉണ്ടെങ്കിൽ നിന്റെ കുടുംബത്തെ നയിക്കുന്നത് നിന്റെ ദൈവമായ കർത്താവാണ്. മക്കളെ നയിക്കേണ്ട ദൈവമാണ്. കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് അബ്രാഹാം പിതാവ് മോറിയ മലയുടെ മുകളിൽ തൻ്റെ അരുമസുതനെ ദൈവത്തിന് വിട്ടുകൊടുത്തപ്പോ ദൈവം പറഞ്ഞു അരുതോ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞാടിനെ കൊടുത്തു. എങ്കിൽ അതുപോലൊരു കുഞ്ഞാട് കാൽവരിയുടെ നെറുകയില് നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി ലോകം മുഴുവനും വേണ്ടി ബലിയർപ്പിച്ച ഒരു കുഞ്ഞാട്, ആ കുഞ്ഞാടിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കര സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ, വിശ്വാസത്തോടെ വിളിക്കാമോ? ഈശോയേ, സർവശക്തിയോടെ വിളിക്കാമോ? ഈശോയേ. കരമടിച്ചു പാടാം. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, അഭിഷേക രക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. ശക്തിയോടെ കരമടിച്ച് ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നു. കാൽവരിയുടെ നിറകയിലോ മരക്കുരിശിലോ 3 ആണികളാൽ തറയ്ക്കപ്പെട്ട മിശിഹായുടെ സ്നേഹം നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടുന്നത്, അവന്റെ ഹൃദയം കുന്തത്താൽ കുത്തിത്തുറക്കപ്പെട്ട നിമിഷം അവിടെ നിന്ന് രക്തവും ജലവും ഒഴുകി, ആ രക്തത്താലും ജലത്താലും ആ ശരീരത്താലും നമ്മളെ വീണ്ടെടുത്ത മിശിഹായുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഒത്തിരി സ്നേഹത്തോടെ വിളിക്കാമോ? ഒത്തിരി കരുതലോടെ വിളിക്കാമോ? കരമടിച്ച് പാടാം. പാപമെല്ലാം നീങ്ങിടട്ടെ, ശാപമെല്ലാം മാറിടട്ടെ. പാപമെല്ലാം നീങ്ങിടട്ടെ, ശാപമെല്ലാം മാറിടട്ടെ. തിരുരക്തത്താൽ കഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. കോപമെല്ലാം മാറിടട്ടെ, തിന്മയെല്ലാം നീങ്ങിടട്ടെ. കോപമെല്ലാം മാറിടട്ടെ, തിന്മയെല്ലാം നീങ്ങിടട്ടെ. ദൈവസ്നേഹത്താൽ നിറഞ്ഞിടട്ടെ, ദൈവസ്നേഹത്താൽ നിറഞ്ഞിടട്ടെ, ദൈവസ്നേഹത്താൽ നിറഞ്ഞിടട്ടെ. കാഴ്ച സമർപ്പണത്തിന്റെ സമയമാണ്. കാഴ്ചയെ കൊടുക്കുന്ന സമ്പത്ത് കരങ്ങളിലെടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം സാമ്പത്തിക മേഖലയിൽ വ്യാപരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കരം ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോ എന്ന് വിളിക്കാമോ? ഈശോയേ, വിശ്വാസത്തോടെ വിളിക്കാമോ? ഈശോയേ, സർവശക്തിയോടെ വിളിക്കാമോ? ഈശോയേ. സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാം. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞു.
ഇത്രത്തോളം യഹോവ സഹായിച്ചു. പഠിച്ചു പാടാമോ? മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്വർഗീയ രാജാവ് തിരുവോസ്വരൂപനാണ് ജനമധ്യത്തിലേക്ക് കടന്നു വരികയും നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമാർജനം ചെയ്യപ്പെടും. ഗർഭഛിദ്രമോ മധ്യദേശത്തുണ്ടാവുകയില്ല. ദീർഘായുസ് നൽകി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പുറപ്പാട് 21-25 തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സമൂഹം ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നു. ഭക്ഷ്യവും പാനീയവും അവിടുന്ന് ആശീർവദിക്കുന്നു. രോഗങ്ങള് നിർമാർജനം ചെയ്യപ്പെടുന്നു. ഗർഭഛിദ്രോ ദേശത്തു നിന്ന് നീങ്ങിപ്പോകുന്നു. ദീർഘായുസ് നൽകി കൂടുതൽ നാള് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം വൻ കൃപ നൽകി ഈ സമൂഹത്തെ അനുഗ്രഹിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? സർവശക്തനായ ദൈവത്തെ വിളിക്കാമോ? കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നരുളി ചെയ്ത ദൈവം തിരുവോസ്വരൂപനായി നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരികയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഈശോയെ പെറ്റമ്മ മറന്നാലും ആ മാറോട് ചേർത്ത് വെക്കുന്ന വലിയ സ്നേഹത്തെ ഞങ്ങൾ ആരാധിക്കുക, സ്തുതിക്കുക, മഹത്വപ്പെടുത്തുക, നന്ദി പറയുക. കാക്കയാലാഹാരം നൽകിയവൻ കാടപ്പക്ഷിയാൽ പോറ്റുമവൻ. കാക്കയാലാഹാരം നൽകിയവൻ കാടപ്പക്ഷികളാൽ പോറ്റുമവൻ. കാണുന്നവൻ എല്ലാം അറിയുന്നവൻ കൺമണി പോലെന്നെ കാക്കുന്നവൻ. കാണുന്നവൻ എല്ലാം അറിയുന്നവൻ കൺമണി പോലെന്നെ കാക്കുന്നവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ?
മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ മാറയെ മധുരമായി തീർത്തവൻ. മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ മാറയെ മധുരമായി തീർത്തവൻ. മാറാത്തവൻ ചിറകിൽ മറയ്ക്കുന്നവൻ മഹത്വത്തിലെന്നെ ചേർക്കുന്നവൻ. മാറാത്തവൻ ചിറകിൽ മറയ്ക്കുന്നവൻ മഹത്വത്തിലെന്നെ ചേർക്കുന്നവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? അമ്മ മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഈശോ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഈശോ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ആരാധന 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 യേശുവേ. കരങ്ങൾ വീശിക്കൊണ്ട് പാടാം. ആരാധന 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 യേശുവേ. ആരാധന 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 യേശുവേ. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 11 മുതൽ തിരുവചനം. കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്ക് എന്തിന്? മുട്ടാടുകളെ കൊണ്ടുള്ള ദഹനബലികളും കൊഴുത്ത മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതിയായി. കാളകളുടെയോ ആട്ടിൻകുട്ടികളെയോ മുട്ടാടിൻ്റെയോ രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ല. എൻ്റെ സന്നിധിയിൽ വരുവാൻ, എൻ്റെ അങ്കണത്തിൽ കാലുകുത്തുവാൻ ഇവ വേണമെന്ന് ആര് നിങ്ങളോട് പറഞ്ഞു? വ്യർത്ഥമായ കാഴ്ചകൾ ഇനിമേൽ അർപ്പിക്കരുത്. ധൂപം എനിക്ക് മ്ലേച്ഛവസ്തുവാണ്. നിങ്ങളുടെ അമാവാസികളും സാപത്തും സമ്മേളനവും നിങ്ങളുടെ അനീതി നിറഞ്ഞ ഉത്സവങ്ങൾ എനിക്ക് സഹിക്കാനാവില്ല. നിങ്ങളുടെ അമാവാസികളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് ഭാരമായിരിക്കുന്നു, അവ എനിക്ക് ദുസ്സഹമായിരിക്കുന്നു. നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ. നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുവിൻ. നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ. നന്മ പ്രവർത്തിക്കുവാൻ ശീലിക്കുവിൻ. തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുവാൻ കർത്താവ് ഓർമ്മപ്പെടുത്തുകയും. നീതി അന്വേഷിക്കുവിൻ, മർദ്ദനം അവസാനിപ്പിക്കുവിൻ. അനാഥരോട് നീതി ചെയ്യുവിൻ, വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ. കർത്താവ് അരുളിച്ചെയ്യുന്നു, വരുവിൻ, നമുക്ക് രമ്യപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും. അവ രക്തവർണ്ണമെങ്കിൽ കമ്പിളി പോലെ വെളുപ്പിക്കും. അനുസരിക്കുവാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. ദൈവവചനം അനുസരിക്കുവാനായിട്ട് നിങ്ങൾ സന്നദ്ധരെങ്കിൽ നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണമായി തീരുമെന്ന് യെശയ്യാ ദീർഘദർശിയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവജനത്തെ അന്ന് ഓർമ്മപ്പെടുത്തി. ആ വലിയ സ്നേഹമാണ് ഇന്ന് പരിശുദ്ധ കുർബാനയിലൂടെ പെയ്തുറങ്ങുന്ന. അനുസരിച്ചാൽ നിങ്ങളുടെ ജീവിതം
ഐശ്വര്യപൂർണ്ണമായി തീരും. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവവചനം അനുസരിക്കുവാനുള്ള, ദൈവപ്രമാണങ്ങൾ അനുസരിക്കുവാനുള്ള, ദൈവകൽപ്പനകൾ അനുസരിക്കുവാനുള്ള ഒരു വലിയ അഭിഷേക കർത്താവേ ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി സർവശക്തനായ ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ, ഒത്തിരി സ്നേഹത്തോടെ ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ, സർവശക്തിയോടെ ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ. ദൈവമേ, ഞാനൊരു പാപി, നിന്നെ അറിയാത്ത പാപങ്ങളോർത്തോർത്ത് കരയാനറിയാത്ത പാപിയാണു ഞാൻ. ദൈവമേ, പാപിയാണു ഞാൻ. ദൈവമേ, ഞാനൊരു പാപി, നിന്നെ അറിയാത്ത പാപങ്ങളോർത്തോർത്ത് കരയാനറിയാത്ത പാപിയാണു ഞാൻ. ദൈവമേ, പാപിയാണു ഞാൻ. ഒരു നാളിലെന്നെ പേർ ചൊല്ലി വിളിച്ചൻ മാതാവിനുദരത്തിൽ വളർത്തി. ഒരു നാളിലെന്നെ പേർ ചൊല്ലി വിളിച്ചൻ മാതാവിനുദരത്തിൽ വളർത്തി. ദൈവമേ, പിന്നെയോ പൈതലായി മാറോടു ചേർത്തു മഹിതലെ കാത്തു പുലർത്തി. ഈശോയെ, എങ്കിലും ദൈവമേ, ഞാനതു മറന്നു, നിന്നെ അറിയാതെ നടന്നു. ഈശോയെ, നിന്നെ അറിയാതെ നടന്നു. ദൈവമേ, ദൈവമേ, ഞാനൊരു പാപി, നിന്നെ അറിയാത്ത പാപങ്ങളോർത്തോർത്ത് കരയാനറിയാത്ത പാപിയാണു ഞാൻ. ദൈവമേ, പാപിയാണു ഞാൻ. ഈശോയെ, കരുണാർദ്ര സ്നേഹം പ്രഭ തൂകി നിൽക്കും വഴികളിലൂടന്നെ നടത്തി. കരുണാർദ്ര സ്നേഹം പ്രഭ തൂകി നിൽക്കും വഴികളിലൂടന്നെ നടത്തി. ദൈവമേ, ആയുരാരോഗ്യവും ആയുസ്സുമേകി അനുപതമെന്നെ നടത്തി. ഈശോയെ, എങ്കിലും ദൈവമേ, ഞാനതു മറന്നു, നിന്നെ അറിയാതെ നടന്നു. ഈശോയെ, നിന്നെ അറിയാതെ നടന്നു. ദൈവമേ,
ദൈവമേ ഞാനൊരു പാപി, ഈശോയെ നിന്നെ അറിയാത്ത പാപങ്ങളോർത്തോർത്ത് കരയാനറിയാത്ത പാപിയാണു ഞാൻ. ദൈവമേ ദൈവമേ ഈശോയെ ദൈവമേ കരനീട്ടി വിളിക്കാമോ? ദൈവമേ കണ്ണുനീരോട് പാപിയാണു ഞാൻ, രോഗിയാണ് ഞാൻ, പാപിയാണു ഞാൻ. ബലഹീനനാണ് ഞാൻ. യേശുവേ യേശുവേ തകർന്നവനാണ് ഞാൻ. രോഗിയാണു ഞാൻ, ഈശോയെ എന്നെ സൗഖ്യമാക്കണേ. തകർന്നവനാണ് ഞാൻ. ഓ നാഥ എന്നെ സൗഖ്യമാക്കണേ. ഈശോയെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഈശോയെ എല്ലാം നഷ്ടപ്പെട്ടവനും 100 ആടുകൾ ഉണ്ടായിരിക്കും, ഒന്ന് നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് കാണാതായതിനെ തേടി മുറിവേറ്റതിനെ തോളിലേറ്റി ശുശ്രൂഷിക്കുന്ന യേശുവിനെയാണ് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് എല്ലാം നഷ്ടപ്പെട്ട് സമാധാനം പോയി, കർത്താവേ ഭവനത്തിൽ ഐശ്വര്യം പോയി, അഭിവൃദ്ധി എല്ലാം നഷ്ടപ്പെട്ടു, മക്കളൊക്കെ ചിതറിക്കിടക്കുക, ജീവിത പങ്കാളി ഒരു സ്ഥലത്ത്, മക്കള് വേറൊരു സ്ഥലത്ത്. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഈശോയെ ഈ തകർച്ച അതെൻ്റെ പാപമാണ്, കുടുംബത്തിൽ വന്നുപോയ ചില പാപമാണ് ഈ തകർച്ചയ്ക്ക് കാരണം, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ ചില തകർച്ചകളാണ്, പാപമാണ് ഈ തകർച്ചയ്ക്കെല്ലാം കാരണം. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് കർത്താവ് വലിയ കൃപ തരുന്നുണ്ട്, വലിയ അനുതാപം കർത്താവ് തരുന്നുണ്ട്. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ ഒത്തിരിയേറെ തിന്മ പ്രവർത്തിച്ച വ്യക്തിയാണ് ഞാൻ, മറ്റുള്ളവരുടെ നാശം കണ്ട് സന്തോഷിച്ച വ്യക്തിയാണ് ഞാൻ, മറ്റുള്ളവരുടെ തകർച്ച കണ്ട് ആനന്ദിച്ച് കൈകൊട്ടി ആനന്ദിച്ച വ്യക്തിയാണ്, അതുതന്നെ വരണമെന്ന് പറഞ്ഞ വ്യക്തിയാണ്. കണ്ണുനീരോടെ പറഞ്ഞു ഇന്ന് എൻ്റെ ജീവിതം അതുപോലെ തകർന്നടിഞ്ഞിരിക്കുക. കരഞ്ഞു പ്രാർത്ഥിച്ചു ഈശോ അനുഗ്രഹിക്കുക. വലിയ അനുതാപം തരുന്നുണ്ട്, വലിയ അഭിഷേകം തരുന്നുണ്ട്, വലിയ കൃപ തരുന്നുണ്ട് ഈശോ. ആരോടും പറയാനില്ല, ദൈവമേ കേൾക്കാൻ ആരുമില്ല. മുട്ടുമേൽ നിന്നുകൊണ്ട് യേശുവേ എൻ സങ്കടങ്ങൾ നിന്നോടു മാത്രമേ പറയാനുള്ളൂ. നിൻ മുൻപിൽ മാത്രമേ എനിക്കൊന്ന് കരയേണം. ആരോടും പറയാനില്ല, കേൾക്കാൻ ആരുമില്ല. യേശുവേ എൻ സങ്കടങ്ങൾ നിന്നോടു മാത്രമേ പറയാനുള്ളൂ. നിൻ മുൻപിൽ മാത്രമേ നിൽക്കുന്നു കരയേണം.
ഒരിക്കലും എന്നെ പിരിയില്ലെന്ന് ഞാൻ പ്രിയരെന്നോർത്തവർ പറഞ്ഞു. അതുമാത്രമോർത്തു ഞാൻ നടന്നു, നീ എന്ന സ്നേഹത്തെ മറന്നു. ഒരിക്കലും എന്നെ പിരിയില്ലെന്ന് ഞാൻ പ്രിയരെന്നോർത്തവർ പറഞ്ഞു. ദൈവമേ, അതുമാത്രമോർത്തു ഞാൻ നടന്നു, നീ എന്ന സ്നേഹത്തെ മറന്നു. അവസാനം ഞാൻ ഏകനായി, ദൈവമേ, എല്ലാരും എന്നെ വിട്ടകന്നു. അവസാനം ഞാൻ ഏകനായി, ദൈവമേ, എല്ലാരും എന്നെ വിട്ടകന്നു. നീ മാത്രമായി എൻ്റെ കൂടെ, ഒരിക്കലും പിരിയാത്ത സ്നേഹമായി. ആരോടും പറയാനില്ല, കേൾക്കാൻ ആരുമില്ല. ദൈവമേ, യേശുവേ, എൻ സങ്കടങ്ങൾ നിന്നോടു മാത്രമേ പറയാനുള്ളൂ. നിൻ മുൻപിൽ മാത്രമേ നിൽക്കുന്നു കരയണം. ദൈവമേ, കരയുവാൻ മാത്രമോ എൻ്റെ ഈ ജീവിതം എന്നോർത്തെന്നും ഞാൻ തേങ്ങി. പരിഭവം മാത്രമേ പറയുവാനെന്നും നന്ദി തൻ വാക്കെനി കന്യമായി. കരയുവാൻ മാത്രമോ എൻ്റെ ഈ ജീവിതം എന്നോർത്തെന്നും ഞാൻ തേങ്ങി. പരിഭവം മാത്രമേ പറയുവാനെന്നും നന്ദി തൻ വാക്കെനി കന്യമായി. ആ നേരവും നിന്റെ സ്നേഹം എന്നെയും നോക്കി കാത്തിരുന്നു. ആ നേരവും നിന്റെ സ്നേഹം എന്നെയും നോക്കി കാത്തിരുന്നു. ഒരു നോട്ടം കൊണ്ടുപോലും നോവിക്കാതെ നെഞ്ചോടു ചേർത്തന്നെ ലാളിച്ചു. കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് പാടാം. ആരോടും പറയാനില്ല, കേൾക്കാൻ ആരുമില്ല. യേശുവേ, എൻ സങ്കടങ്ങൾ നിന്നോടു മാത്രമേ പറയാനുള്ളൂ. മുൻപിൽ മാത്രമേ നിൽക്കുന്നു കരയണം. ദൈവമേ, ആരോടും പറയാനില്ല, കേൾക്കാൻ ആരുമില്ല. യേശുവേ, എൻ സങ്കടങ്ങൾ നിന്നോടു മാത്രമേ പറയാനുള്ളൂ. നിൻ മുൻപിൽ മാത്രമേ നിൽക്കുന്നു കരയണം. യേശുവേ, വിളിക്കാമോ? യേശുവേ, യേശുവേ, ആരാധന. യേശുവേ, യേശുവേ,
ഒരു നാളും പിരിയരുതേ. യേശുവേ യേശുവേ ഒരു നാളും പിരിയരുതേ. ഒരു നാളും പിരിയരുതേ. പിരിഞ്ഞു പോകരുത്. ഒരു നാളും എന്നെ അനുഗ്രഹിക്കണം. യാക്കോബ് യാബോക്ക് എന്ന കടവിൽ വെച്ച് ദൈവമായി മല്ലടിച്ച് അനുഗ്രഹം പ്രാപിച്ചതുപോലെ ഈ ആലയത്തിൽ വെച്ച് നമുക്ക് ദൈവത്തോട് മല്ലടിച്ച് നമുക്ക് അനുഗ്രഹം പ്രാപിക്കും. ഈശോ എന്നെ ഒരു അനുഗ്രഹമാക്കണേ. ദേശത്ത് ഞാനൊരു അനുഗ്രഹമായിട്ട് മാറും. ഈശോയുടെ എല്ലാം പറഞ്ഞ് നമ്മുടെ വേദനകളെല്ലാം പറഞ്ഞപ്പോൾ ഈശോ ഏറ്റെടുത്തൊരു ഭാഗമുണ്ട്. ഈശോ കാൽവരി യാത്രയുടെ മധ്യത്തിൽ ഈശോ തിരിഞ്ഞു നോക്കുന്നുണ്ട്, ആരെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിലെന്ന്. അത്ഭുത പ്രവർത്തികളും അവയുടെ ഫലവും അനുഭവിച്ച് ആരെയും ഈശോ കണ്ടില്ല. ആരുമില്ലാത്തൊരവസ്ഥ. ദൈവമുണ്ട്, പിതാവുണ്ട് കൂടെ. എല്ലാവരും ഉണ്ടെങ്കിൽ അവനെ നോക്കി നിൽക്കും. ആരുമില്ലാത്തപ്പോഴാണ് അപ്പനെ കണ്ടുമുട്ടുന്നത്, ദൈവത്തെ കണ്ടുമുട്ടുന്നത്. ഈശോ ആഗ്രഹിക്കുന്നുണ്ട്, ആരെങ്കിലും ഒന്ന് ഓടി വന്നിരുന്നെങ്കിൽ, ഈ തിരുത്തോളിലുള്ള തിരുമുറിവിലേക്ക് എടുത്തു വെച്ച ഈ കുരിശ് ഒന്ന് താങ്ങാനായിട്ട് ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഈശോ. പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല. അത്ഭുത പ്രവർത്തികളും അവയുടെ ഫലം അനുഭവിച്ചവരെവിടെ? കൂടെ ആരും ഉണ്ടായിരുന്നില്ല. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി, അന്ധന് കാഴ്ച കൊടുത്തു, ചെകിടന് കേൾവി കൊടുത്തു, ഊമന് സംസാരശേഷി കൊടുത്തു. ആരെ സഹായിക്കുവാൻ ഉണ്ടായിരുന്നില്ല എന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാ. ആരുമില്ലാത്തപ്പോൾ നമുക്ക് തുണയായിട്ടുള്ളത് യേശുവാണെന്ന് കാൽവരി സ്നേഹം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? കണ്ണുനീരോടൊന്ന് എഴുന്നേറ്റ് നിന്നേ. കണ്ണുനീരോടെ ദൈവസ്ഥാനത്തിൽ നിന്നായിരുന്നേ. ദൈവം ചെയ്ത ചില അത്ഭുത പ്രവർത്തികൾ കേട്ട് നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. എൻ്റെ പേര് ജസീന ജസ്റ്റിൻ. അതിരമ്പുഴയിലാണ് എൻ്റെ വീട്. ഏതാനും ആഴ്ചകളായി ഞാനിവിടെ ആരാധനയ്ക്ക് വരുന്ന ഏതാനും ആഴ്ചകളായിട്ടുള്ളൂ. മൂന്നാമത്തെ ആഴ്ചയിലെ ആരാധനയ്ക്ക് വന്നപ്പോൾ 2-3 വർഷമായിട്ട് അലർജി രോഗത്താൽ ബുദ്ധിമുട്ടെന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എനിക്ക് ആരാധന സമയത്ത് എൻ്റെ യേശു എന്നെ സൗഖ്യം തന്നു. ബ്രദർ ആരാധന സമയത്ത് പറഞ്ഞു, ഒരാളുടെ അലർജി രോഗം ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നുവെന്ന്. അതുപോലെ ഞാൻ ഒരു പരീക്ഷ എഴുതി, അതും ഞാൻ പരാജയപ്പെട്ടു. എൻ്റെ പ്രശ്നം പേടിയായിരുന്നു. ഇവിടെ ഒന്ന് ആരാധനയിൽ പങ്കെടുത്തതിൻ്റെ ഫലമായി ആ പേടി മാറി. ഞാൻ പരീക്ഷയിൽ ഉന്നത വിജയം പ്രാപിച്ചു. എൻ്റെ യേശു എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്ന ഒരു കാറ് വാങ്ങിക്കാനായിട്ട് ഞാനും ഭർത്താവും പല പ്രാവശ്യം അതിനുവേണ്ടി ലോണിനൊക്കെ വേണ്ടി നടന്നു ഒന്നും ലഭിച്ചില്ല. ഇവിടെ ആരാധന നടക്കുന്ന സമയത്ത് ഞാൻ അതിനുവേണ്ടി ആ വെള്ളിയാഴ്ച ഇറങ്ങി പുറപ്പെട്ട് പ്രാർത്ഥനയോടെ പോയി ബാങ്കിൽ ചെന്നിരിക്കുന്നു. ചേച്ചി ഈ ആലയത്തിൽ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. ആ സമയത്ത് ബ്രദർ വിളിച്ചു പറഞ്ഞു 3 പേർക്ക് കാറ് കിട്ടുന്നുണ്ട്. ആ സമയത്ത് ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അത് ബ്രദർ പറഞ്ഞു ഒരാൾ ഞാനാണെന്ന് വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ ലോൺ പാസ്സായി. 30/8/2025 കാർ ഞങ്ങൾക്ക് കിട്ടും. അങ്ങനെ കർത്താവ് സമൃദ്ധമായിട്ട് ആത്മീയമായ അനുഗ്രഹങ്ങൾ കൊടുത്ത് ഭൗതികമായ അനുഗ്രഹങ്ങളിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുക. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പേര് ഷൈബി. ഞാൻ കുടുംബസമേതം UK-യിലാണ് താമസിക്കുന്നത്. വർഷങ്ങളായി ഓൺലൈനിലൂടെ വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കാറുണ്ട്. തൽഫലമായി അനേക അനുഗ്രഹങ്ങൾ ദൈവം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷ സമയത്ത് 3 വ്യക്തികൾക്ക് ദൈവം കാറ് നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് ബ്രദർ വിളിച്ചു പറഞ്ഞു. കുറച്ച് നാളുകളായി കാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. മാർട്ടിൻ ബ്രദർ പറഞ്ഞ മെസ്സേജ് ഞങ്ങൾ വിശ്വസിച്ചു. ഇതിൻ്റെ ഫലമായി ചൊവ്വാഴ്ച കാർ വാങ്ങാനായിട്ടുള്ള അവസരം ദൈവം അനുവദിച്ചു. ഈ ശുശ്രൂഷയുടെ മറ്റ് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ദൈവം നൽകിയിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത് ഞങ്ങൾ കുടുംബസമേതം ദൈവത്തിന് നന്ദി പറയുന്നു. കരങ്ങൾ ഉയർത്തി അനുഗ്രഹിക്കുന്ന ദൈവം സമസ്ത മേഖലയിലും ദൈവ അനുഗ്രഹം നൽകുന്നുണ്ട് എന്ന് ഈ സാക്ഷ്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കരമൊന്നുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോ എന്ന് വിളിക്കാമോ? ഈശോയേ. ലീന എന്ന സഹോദരി കൈപ്പിടിയിലാണ് വീട്. എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം എഴുതുന്നത്. അവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കഴിഞ്ഞ വർഷം സ്കൂളിൽ നിന്ന്
സ്പോർട്സിന് സെലക്ഷൻ കിട്ടുകയും ഉപജില്ലയിൽ മത്സരിച്ച് കുട്ടിക്ക് ചാമ്പ്യൻഷിപ്പ് കിട്ടുകയും ചെയ്തു. ഈ വർഷവും സ്കൂളിൽ സ്പോർട്സിൽ പങ്കെടുത്തു. കഴിഞ്ഞ വർഷം ചാമ്പ്യൻഷിപ്പ് കിട്ടിയതിന് ടീച്ചറിന് വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ മോന് ഭയങ്കര ഭയമായിരുന്നു. 24-ാം തീയതി ഞായറാഴ്ചത്തെ ആരാധനയിൽ മോനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ബുധനാഴ്ച രാവിലെ മാർട്ടിൻ ബ്രദറെ വിളിച്ച് പ്രാർത്ഥനാ സഹായം തേടി. ബ്രദർ മോന് ഭയം മാറിക്കിട്ടുവാൻ വേണ്ടി ഫോണിലൂടെ പ്രാർത്ഥിച്ചു. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് 100 മീറ്ററിന് സെക്കൻഡും 200 മീറ്ററിന് ഫസ്റ്റും ഹൈ ജമ്പിൽ ഫസ്റ്റും കൊടുത്ത് കർത്താവ് ആ മകനെ ആ ഭയത്തിൻ്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിച്ച് അനുഗ്രഹം കൊടുത്തു എന്ന് ആ സഹോദരി സാക്ഷ്യപ്പെടുന്ന. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ഭയം വിട്ടുമാറാനായിട്ട് സ്വരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പാടി ഒന്ന് ആരാധിക്കാം. നാളെ വരുന്ന മഹിമയോർത്താൻ ഇന്ന് ദുഃഖങ്ങൾ നിസാരമാ. നാളെ വരുന്ന മഹിമയോർത്താൻ ഇന്ന് ദുഃഖങ്ങൾ നിസാരമാ, നിസാരമാ, നിസാരമാ. നീറും ദുഃഖങ്ങൾ നിസാരമാ. സന്തോഷിക്കുവിൻ. വന്ദനം വരും നാളു വരുന്നു, നിന്ദനത്തിൽ നീ ഇന്നു സന്തോഷിക്കുവിൻ. സന്തോഷിക്കുവിൻ കുഞ്ഞെ സന്തോഷിക്കുവിൻ, നിന്ദനത്തിൽ നീ ഇന്നു സന്തോഷിക്കുവിൻ. സന്തോഷിക്കുവിൻ കുഞ്ഞെ സന്തോഷിക്കുവിൻ, നിന്ദനത്തിൽ നീ. കരമുയർത്തി ചേർന്ന് പാടാം. നിസാരമാ, നിസാരമാ, നീറും ദുഃഖങ്ങൾ നിസാരമാ, നിസാരമാ, നിസാരമാ. നീറും ദുഃഖങ്ങൾ നിസാരമാ. മാറാരോഗങ്ങൾ നിന്നെ ഞെരുക്കുമ്പോഴും സൗഖ്യദായകൻ നിന്റെ ഒപ്പമില്ലയോ? മാറാരോഗങ്ങൾ നിന്നെ ഞെരുക്കുമ്പോഴും സൗഖ്യദായകൻ നിന്റെ ഒപ്പമില്ലയോ? ഒപ്പമില്ലയോ കുഞ്ഞെ, ഒപ്പമില്ലയോ? സൗഖ്യദായകൻ യേശു ഒപ്പമില്ലയോ? ഒപ്പമില്ലയോ കുഞ്ഞെ, ഒപ്പമില്ലയോ? സൗഖ്യദായകൻ യേശു ഒപ്പമില്ലയോ? നിസാരമാ, നിസാരമാ, നീറും ദുഃഖങ്ങൾ നിസാരമാ. നാളെ വരുന്ന മഹിമയോർത്താൽ ഇന്ന് ദുഃഖങ്ങൾ നിസാരമാ, നിസാരമാ, നിസാരമാ. നീറും 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 ദുഃഖങ്ങൾ നിസാരമാ. വിളിക്കുന്നു, സ്വരമേർത്തി ഈശോയെ വിളിക്കുന്നു. ഒരു സാക്ഷിയോടെ ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഹെലൻ. ഞാൻ BSc നേഴ്സിംഗ് സെക്കൻഡ് ഇയർ പഠിക്കുന്നു. കഴിഞ്ഞ ജൂലൈയിൽ എൻ്റെ സെമസ്റ്റർ എക്സാം ആയിരുന്നു. എക്സാമിന് ഒരു ആഴ്ച മുമ്പ് ഫുഡ് പോയ്സൺ ആവുകയും ഫുഡ് പോയ്സൺ വന്നിട്ട് അങ്ങനെ പരീക്ഷയിൽ പഠിക്കാൻ സാധിക്കാതെ വന്നു.
ഈ 4 വർഷങ്ങളിൽ സപ്ലൈ ഇല്ലാതെ എങ്ങനെയെങ്കിലും പാസ്സായ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ മാർട്ടിൻ ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിക്കും. ഞാൻ നാട്ടിലുള്ളപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും ആരാധനയ്ക്ക് വരാറുണ്ട്. മാർട്ടിൻ ബ്രദറിലൂടെ ഇവിടുത്തെ ആരാധന വഴിയായി എനിക്ക് എൻ്റെ കുടുംബത്തിന് ഒരുപാട് വിടുതൽ ലഭിച്ചിട്ടുണ്ട്. ഞാൻ 9 ബൈബിൾ ഭാഗം വായിച്ച് പ്രാർത്ഥിക്കുവാൻ ബ്രദർ എന്നോട് പറഞ്ഞിരുന്നു. വായിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എക്സാമിൽ ഉന്നത വിജയം നൽകി കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ വചനമാണ് ആ പെൺകുട്ടിയെ സുഖപ്പെടുത്തിയത്. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. റോസിലി എന്ന സഹോദരി UK എന്ന് സാക്ഷ്യപ്പെടുത്തുക. എൻ്റെ അമ്മ വർഷങ്ങളായിട്ട് മാതാവിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. ഞാൻ 2 വർഷമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി പരീക്ഷയിൽ പങ്കെടുക്കും. അങ്ങനെ 2-3 മാർക്കിന് എപ്പോഴും പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക് ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുകയും അടുത്ത ടെസ്റ്റിൻ്റെ സമയത്ത് ബ്രദറെ വിളിച്ച് ഫോണിലൂടെ പ്രാർത്ഥന മേടിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ ടെസ്റ്റിൽ ഉന്നത വിജയം കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പോൾസൺ സാക്ഷ്യപ്പെടുത്തുന്ന മകള് ഹെലേന ജർമ്മനിയിൽ നേഴ്സിംഗ് പഠിക്കുകയാണ്. ഈ കഴിഞ്ഞ എക്സാമിൽ കർത്താവ് ഉന്നത വിജയം കൊടുത്ത് ആ കുഞ്ഞിനെ അനുഗ്രഹിച്ചു എന്ന് ആ സഹോദരൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്ക് ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അനുഗ്രഹം വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഈശോയെ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 23 മുതലുള്ള വചനം. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, യൂദയാ ദേശത്തും അതിലെ പട്ടണങ്ങളിലുമുള്ളവർക്ക് വീണ്ടും ഞാൻ ഐശ്വര്യം വരുത്തുമ്പോൾ നീതിയുടെ പാളയമേ, വിശുദ്ധ പർവ്വതമേ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പറയും. യൂദയായിലും അതിലെ നഗരങ്ങളിലും കർഷകരും ഇടയന്മാരും ഒരുമിച്ച് വസിക്കും. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. അപ്പോൾ ഉന്മേഷവാനായി ഞാൻ ഉണർന്നു, എൻ്റെ ഉറക്കം സുഗമമായിരിക്കുന്നു. ഞാൻ ഇസ്രായേൽ ഭവനത്തിലും യൂദയാ ഭവനത്തിലും മനുഷ്യർക്കും മൃഗങ്ങൾക്കും സന്താനപുഷ്ടി ഉണ്ടാക്കുന്ന കാലം വരുന്നു. കർത്താവാണ് ഇത് അരുളിച്ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ ഈശോ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. കരങ്ങൾ ഉയർത്തി കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവരെ, ഇനിയൊരു കൊച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിലെന്ന് കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നവരെ പോലും ഈശോ അനുഗ്രഹിക്കുന്നതായിട്ട് ആത്മാ വെളിപ്പെടുത്തുന്നു. വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, മക്കൾക്കില്ലെങ്കിലോ കുഞ്ഞുങ്ങളില്ലെങ്കിലോ കരങ്ങൾ ഉയർത്തി മാതാപിതാക്കൾ പ്രാർത്ഥിച്ച്, കുഞ്ഞുങ്ങളില്ലാത്തവര് കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ കുഞ്ഞുങ്ങളെ ലഭിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ വചനത്തിന്റെ അഭിഷേക, ഈ അനുഗ്രഹത്തിന്റെ വചനത്തിന്റെ അഭിഷേക കുടുംബങ്ങളിലേക്ക്, തലമുറകളിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ. വിശ്വാസത്തോടെ വിളിക്കാമോ? ഈശോയെ. അഭിഷേകത്തോടെ വിളിക്കാമോ? ഈശോയെ. ചേർന്ന് പാടാം. കരമടിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച അനുഗ്രഹം പെയ്തിറങ്ങുന്ന സമയം ഈ സമൂഹത്തെ മുഴുവൻ സമൃദ്ധമായിട്ട് ഈ 8 നോയമ്പിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദേവാലയത്തിലൂടെ ദൈവം അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ ഇതാ പ്രദാനം ചെയ്ത പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലൂടെ, എബ്രൂസ്യ അമ്മയുടെ മധ്യസ്ഥയിലൂടെ, വിശുദ്ധ ജാബർ പിതാവിന്റെ മധ്യസ്ഥയിലൂടെ, പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥയിലൂടെ കാനായിലെ കല്യാണ വിരുന്നില് സംഭവിച്ചതുപോലെ വലിയൊരു അനുഗ്രഹം ഈ സമൂഹത്തിന്റെ മേല് കർത്താവ് ഓരോ മകനും മകളും കൊടുത്തുകൊണ്ട്, മക്കൾക്ക് കൊടുത്തുകൊണ്ട് ദൈവം കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. വലിയൊരു അഭിഷേകം വെളിപ്പെടുന്നു. വിവാഹ തടസ്സം മാറിപ്പോകുന്നു. കരമുയർത്തി വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. വിശ്വാസത്തോടെ ഈശോയെ എന്ന് വിളിക്കുന്നു. അഭിഷേകമഴയാ പെയ്തിറങ്ങൻ പരിശുദ്ധാത്മാവേ, അനുഗ്രഹ നദിയായി എന്നിലൊഴുകും പരിശുദ്ധാത്മാവേ. അഭിഷേകമഴയായി പെയ്തിറങ്ങൻ പരിശുദ്ധാത്മാവേ, അനുഗ്രഹ നദിയായി എന്നിലൊഴുകും പരിശുദ്ധാത്മാവേ.
ഒഴുകണേ ആത്മശക്തിയായി കവിയണേ അഗ്നി നദിയായി ഒഴുകണേ ആത്മശക്തിയായി കവിയണേ ആദിമനാളിലെ പോലെ കൊടിയ കാറ്റായി വീശണേ ആദിമനാളിലെ പോലെ കൊടിയ കാറ്റായി വീശണേ എന്റെ ദൈവം തീയാണേ മഹത്വത്തിൻ തീയാണേ എന്റെ ദൈവം തീയാണേ മഹത്വത്തിൻ തീയാണേ അണയാനാവാത്ത തീയാണേ ആത്മാവിൻ തീയാണേ അണയാനാവാത്ത തീയാണേ ആത്മാവിൻ തീയാണേ സമയമല്ലോ ദാസന്മാരെ ജ്വാലയാക്കിയിടണേ ആത്മാവിൻ സമയമല്ലോ കാറ്റിനെ ദൂതന്മാരാക്കിയിടണേ വാഗ്ദത്ത സമയമല്ലോ ദാസന്മാരെ ജ്വാലയാക്കിയിടണേ ആത്മാവിൻ സമയമല്ലോ അസ്ഥി സൈന്യമാകും കാറ്റായി വാ തേജസ്സായെന്നിൽ വാ അസ്ഥി സൈന്യമാകും കാറ്റായി വാ തേജസ്സായെന്നിൽ വാ കരങ്ങൾ ഉയർത്തിയടിച്ച് നിന്റെ ദൈവം തീയാണേ മഹത്വത്തിൻ തീയാണേ എന്റെ ദൈവം തീയാണേ മഹത്വത്തിൻ തീയാണേ അണയാനാവാത്ത തീയാണേ ആത്മാവിൻ തീയാണേ അണയാനാവാത്ത തീയാണേ ആത്മാവിൻ തീയാണേ കരമടിച്ചു പാടാം വലിയ അനുഗ്രഹങ്ങളോ വലിയ അഭിഷേകം കർത്താവേ 1-ാം തീയതി മുതലോ സെപ്റ്റംബർ 1 മുതലോ 8-ാം തീയതി വരെ ഈ ആലയത്തിലോ നടക്കുന്ന ഓരോ ആത്മീയ ശുശ്രൂഷയിലൂടെ കർത്താവിന്റെ വലിയ അഭിഷേകം ദൈവജനത്തിലേക്ക് വ്യാപരിക്കപ്പെടുവാൻ സ്വർഗം തുറന്ന് പിതാവായ ദൈവമേ അവിടുന്ന് സമൂഹത്തെ ഈ ശുശ്രൂഷയെ മഹത്വപൂർണ്ണമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒറ്റവിളി ഈശോയെന്ന് വിളിക്കുന്നു അഭിഷേകത്തോടെ വിളിക്കുന്നു ആത്മാവിൽ നിറഞ്ഞ് വിളിക്കുന്നു അത്യുന്നതനായ ദൈവത്തെ വിളിക്കുന്നു കരമടിച്ചു പാടാം അനുഗ്രഹത്തിനായി ഈ ആലയം ഒരുക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൂതന്മാരാൽ ഈ ആലയം നിറയുന്നതിനോർത്ത് നമുക്ക് നന്ദി പറയാം സകല വിശുദ്ധരുടെ മധ്യസ്ഥിലൂടെ ഈ ആലയം നവീകരിക്കപ്പെടുന്നതിനോർത്ത് നന്ദി പറയാം ആത്മാവിന്റെ വലിയ അഭിഷേകത്താൽ ഈ ആലയം പൂരിതമാകുന്നതിനോർത്ത് നന്ദി പറയാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് ഈ ശുശ്രൂഷ മഹത്വപൂർണ്ണമാകുന്നതിനോർത്ത് നന്ദി പറയാം ദൈവ സാന്നിധ്യം കൊണ്ട് ഈ ശുശ്രൂഷ അനുഗ്രഹപൂർണ്ണമാകുന്നതിനോർത്ത് നന്ദി പറയാം യേശുവേ നന്ദി ഹല്ലേലൂയ 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 ഒന്ന് വിളിക്കാമോ ഈശോയെ എന്ന് വിളിക്കാമോ മഹത്വപൂർണ്ണനായ ദൈവത്തെ വിളിക്കാമോ അനുഗ്രഹിക്കുന്ന ദൈവത്തെ വിളിക്കാമോ കൃപയാൽ അഭിഷേകം ചെയ്ത ദൈവത്തെ വിളിക്കാമോ സത്യ ദൈവത്തെ വിളിക്കാമോ എനിക്ക് മുൻപായി പുറപ്പെടുമേ ചുറ്റുമുള്ള വൈരികളെ തകർത്തിടുമേ ഉള്ളും ഉൾച്ചെടികളും ദഹിച്ചിടുമേ ദേശം മഹത്വം കൊണ്ടു നിറഞ്ഞിടുമേ നീ എനിക്ക് മുൻപായി പുറപ്പെടുമേ ചുറ്റുമുള്ള വൈരികളെ തകർത്തിടുമേ ഉള്ളും ഉൾച്ചെടികളും ദഹിച്ചിടുമേ ദേശം മഹത്വം കൊണ്ടു നിറഞ്ഞിടുമേ യെരൂശലേമിൻ ഈ മതിലേ എനിക്ക് ചുറ്റും നീ മതിലാകണേ യെരൂശലേമിൻ ഈ മതിലേ എനിക്ക് ചുറ്റും നീ മതിലാകണേ ശക്തിയോടെ എന്റെ ദൈവം തീയാണേ
മഹത്വത്തിൻ തീയാണ് എന്റെ ദൈവം തീയാണ് മഹത്വത്തിൻ തീയാണ് അണയാനാവാത്ത തീയാണ് ആത്മാവിൻ തീയാണ് അണയാനാവാത്ത തീയാണ് ആത്മാവിൻ 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 തീയാണ് കർത്താവിൻ്റെ അനുഗ്രഹം ദൈവജനത്തിലേക്ക് കടന്നു വരുന്ന സമയം, ദൈവജനത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്ന സമയം 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ കർത്താവിൻ്റെ സന്നദ്ധയിൽ നമ്മളായിരിക്കുവാൻ കൂടുതൽ പ്രാർത്ഥിച്ചൊരുങ്ങുക. തിരുവോണ ദിവസം വെള്ളിയാഴ്ചയാണ്. ആ വെള്ളിയാഴ്ച ദിവസം മുടങ്ങാതെ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വില കൊടുക്കാതെ ദൈവരാജ്യം കിട്ടത്തില്ല, ഉറപ്പായ കാര്യമാണ്. നിങ്ങൾ 8 ദിവസം വില കൊടുത്ത് വരിക. ഞായറാഴ്ച മാത്രം വൈകുന്നേരം 6 തൊട്ട് 8 വരെ ആയിരിക്കും ശുശ്രൂഷ. എല്ലാവരുടെ സൗകര്യാർത്ഥം 6 മണി മുതൽ അല്ലാത്ത ദിവസങ്ങളിലെല്ലാം രാവിലെ 10 മണിക്ക് ജപമാല ആരംഭിച്ച് 1 മണിക്ക് ആരാധനയോടെ തീരും. വെള്ളിയാഴ്ച തിരുവോണ ദിവസവും വെള്ളിയാഴ്ച ദിവസമാണ്. ആ വെള്ളിയാഴ്ച ദിവസത്തിൽ 1 മണി വരെയുള്ള ആരാധനയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ വേണ്ടി വില കൊടുത്ത് ഈ പ്രാവശ്യം വരണം. ഒത്തിരിയേറെ തകർച്ചകൾ, മരണം പോലും പൊടുന്നനെ വരുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുക. രോഗങ്ങൾ, നിൽക്കുന്ന ആളിനെ പിന്നെ കാണാനില്ല, പിന്നെ വെന്റിലേറ്ററില്ല. അതുപോലുള്ളൊരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ തമ്പുരാൻ്റെ സന്നദ്ധിയിൽ വില കൊടുത്ത് നിന്ന് ആരാധിക്കുമ്പോൾ ദേശം പോലും തകർച്ചയിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് പരിപൂർണ വിടുതൽ പ്രാപിക്കും. നമ്മൾ വില കൊടുത്ത് നിൽക്കാൻ പരിപൂർണമായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഈ 1-ാം തീയതി മുതൽ 7-ാം തീയതി 8-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് വരാനായിട്ടുള്ള ദൈവകൃപ ചോദിച്ചുകൊണ്ട് അനേകരോട് പറയുക, പ്രിയപ്പെട്ടവരെ കൂട്ടിക്കൊണ്ടുവരിക. കുടുംബസമേതം വരാൻ വേണ്ടി പരിശ്രമിക്കുക. ആഗ്രഹിക്കുക. വാഹനമില്ലെങ്കിൽ ഈശോയോട് പ്രാർത്ഥിക്കുക, ഒരു വാഹനം തരണേന്ന് പ്രാർത്ഥിച്ച കേട്ടിലേക്ക് വാഹനം തരുന്ന ദൈവം, അറിയുന്ന ദൈവം. പറഞ്ഞു വിടും, ബാങ്കിൽ പോകാൻ പറഞ്ഞു വിട്ടിട്ട് ഇവിടെ അനുഗ്രഹം കൊടുക്കുമ്പോൾ അവിടെ ശരിയാക്കുന്ന ദൈവം. പ്രാർത്ഥിച്ച് ഓരോരുത്തരും വിദേശത്ത് നിന്ന് ഓൺലൈനിലൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് കുടുംബത്തെ അനുഗ്രഹിക്കുക, ഈശോയെ ആരാധിക്കുക. പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം. പൂർണ്ണ മനസ്സോടെ നമുക്ക് ദിവസങ്ങളിലായിരിക്കും. എല്ലാ നിയമങ്ങളെ സമർപ്പിക്കും. മുട്ടുമേലാകാം. എല്ലാ നിയമങ്ങളെ സമർപ്പിക്കാം. ശുശ്രൂഷകളെ മുഴുവൻ ശുശ്രൂഷകരെ സമർപ്പിക്കും. ഞങ്ങളെ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഓരോ ജപമാലയിലും പരിശുദ്ധ കുർബാനയിലും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ശുശ്രൂഷകരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ശുശ്രൂഷയിൽ നിന്ന് എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ ദേവാലയത്തെ ഓർത്ത്, ഇവിടുത്തെ വൈദികരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആത്മീയ ശുശ്രൂഷകരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്നോളം എന്നെ ശുശ്രൂഷയിൽ സഹായിച്ച എല്ലാ ആത്മീയ ശുശ്രൂഷകരെയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. ജോയി ചിറ്റൂർ അച്ഛനെ കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അച്ഛനിലൂടെ വലിയ അനുഗ്രഹം, വലിയൊരു അഭിഷേകം, വലിയ ഒരു കരുതൽ, വലിയൊരു സ്നേഹം, ഒരു ദിവ്യകാരുണ്യ ഭക്തി ഒക്കെ ലഭിച്ചത് അച്ഛനിലൂടെയാണ്. അച്ഛൻ മരിച്ചിട്ട് 1 വർഷമാവുക. അപ്പം നമുക്ക് അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അച്ഛനിലൂടെ അനേക റിയാലിറ്റി വന്നിട്ടുണ്ട്. അച്ഛൻ്റെ ആത്മാവ് ദൈവസന്നിധിയിലാണ്. നമുക്ക് അനേക ആളുകൾ അവിടെ ആ കല്ലറയിൽ പോകുന്നുണ്ട്. അവിടെ ആ സാക്ഷ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ അവിടെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു വലിയ ആത്മീയ ഗുരുവിൻ്റെ കൂടെ ആയിരിക്കുവാനായിട്ടും ആ ആത്മീയ നേതൃത്വത്തിലൂടെ കടന്നു പോകാനും സഭയെ സ്നേഹിക്കുവാനും പരിശുദ്ധ കുർബാനയിലെ സ്നേഹിക്കുവാനും ഈശോയെ സ്നേഹിക്കാനായിട്ട് വഴിയൊരുക്കി തന്നത് ജോയി ചിറ്റൂരച്ഛനാണ്. അച്ഛനാണ് എനിക്ക് ആദ്യ ശുശ്രൂഷയ്ക്കായിട്ട് അച്ഛൻ്റെ ദേവാലയം എനിക്കായിട്ട് അനുവദിച്ചു തന്നത്. അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുക. സഭയിലെ ഓരോ പിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ജോസഫ് പെരുന്തോട്ടം പിതാവാണ് അനുവാദം തന്ന ശുശ്രൂഷ ചെയ്യാനായിട്ട്. ഇന്നോളം അനുവാദം തന്നത് പെരുന്തോട്ടം പിതാവാണ്. ഓരോ ആത്മീയ തകർച്ച, ഓരോ അസ്വസ്ഥതകളുണ്ടായപ്പോഴും വളരെ സ്നേഹത്തോടെ ഒരു അപ്പൻ്റെ കരുതലോടെ
ചേർത്ത് വെച്ചവർ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ ഇടവക വൈദികർ അവരെല്ലാം ഓരോ പ്രശ്നങ്ങളും ഞാൻ നേരിടുമ്പോൾ അവരെല്ലാം മാറോട് ചേർത്ത് വെച്ച് എന്നെ അത്രമാത്രം സ്നേഹിച്ചു, കരുതലോടെ സ്നേഹിച്ച അച്ഛന്മാരെല്ലാം വൈദികരെ ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരനീട്ടി വിശ്വാസത്തോടെ വിളിക്ക്, ഈശോയേന്ന് വിളിച്ച്, ഈശോയെന്ന് വിളിച്ച് ചങ്കു തുറന്ന് ദാവീദിന്റെ പുത്ര യേശുവേന്ന് വിളിച്ചപ്പോൾ അന്ധയാചകന് കാഴ്ച കൊടുത്തു. എങ്കിൽ രക്തസ്രാവക്കാരി ആഗ്രഹിച്ചു അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൊന്ന് തൊടാൻ പറ്റിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചപ്പോൾ അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തി. ആഗ്രഹിക്കുന്നവരിലേക്ക് ശക്തി പുറപ്പെട്ട് അവരെ സുഖപ്പെടുത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഇത്. ഉയർത്തപ്പെട്ട മിശിഹ കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ വിളിക്കുന്നു, ഈശോയേന്ന് വിളിക്കുന്നു. ഈശോയേന്ന് വിളിച്ച് കണ്ണുനീരോടെ വിളിച്ച് എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ ഞാൻ ഇടപഴകുന്നു ഓരോ വ്യക്തി ജീവിതങ്ങളെ നവീകരിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നോളെ ശുശ്രൂഷ സഹായിച്ചവരെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ വിളിക്കുന്നു, ഈശോയേന്ന് വിളിക്കുന്നു. അഭിഷേകത്തോടെ ഈശോയേന്ന് വിളിക്കുന്നു. കണ്ണുനീരോടെ ഈശോയേന്ന് വിളിക്കുന്നു. അനുതാപത്തോടെ ഈശോയേന്ന് വിളിക്കുന്നു. ഈശോയേന്ന് വിളിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നു. ഈശോയേന്ന് വിളിക്കുന്നു. ഈശോയേന്ന് വിളിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നു. യേശുവിനെ വിളിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നു. ഈശോ ദേശത്തെ അനുഗ്രഹിക്കുന്നു. ഈശോയേന്ന് വിളിക്കുന്നു. കൃഷിയിടങ്ങളെ ഈശോ അനുഗ്രഹിക്കുന്നു. ഈശോയേന്ന് വിളിക്കുന്നു. ജോലി സ്ഥലങ്ങളെ ഈശോ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. ഈശോയേന്ന് വിളിക്കുന്നു. ഓരോ ഭവനങ്ങളെ ഈശോ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. ഈശോയേന്ന് വിളിക്കുന്നു. ബിസിനസ് മേഖലയെ ഈശോ ആശീർവദിച്ച് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുന്നു. ഈശോയേന്ന് വിളിക്കുന്നു. തലമുറകളെ ഈശോ അനുഗ്രഹിക്കുന്നു. ഈശോയേന്ന് വിളിക്കുന്നു. മക്കളില്ലാത്ത ദമ്പതികളെ ഈശോ അനുഗ്രഹിക്കുന്നു. ഈശോയേന്ന് വിളിക്കുന്നു. വിവാഹ തടസ്സം നേരിടുന്ന മക്കളെ അനുഗ്രഹിക്കുന്നു. ഈശോയേന്ന് വിളിക്കുന്നു. ജോലിയില്ലാത്തവരെ ഈശോ അനുഗ്രഹിക്കുന്നു. ഈശോയേന്ന് വിളിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. നമ്മുടെ യാത്ര വാഹനങ്ങൾ എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അവിടെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളാൽ സംരക്ഷിക്കപ്പെടുവാൻ, ഈശോയുടെ കരങ്ങളാൽ സംരക്ഷിക്കപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൂതന്മാരാൽ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരിച്ചോറ് കൊണ്ട് എല്ലാ വാഹനങ്ങളും വഴികളും യാത്രകളും തിരിച്ച് ഈ ആലയത്തിൽ എത്തുന്നത് വരെയുള്ള എല്ലാ നിമിഷങ്ങളും കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്താൽ സംരക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസപൂർവ്വം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നമ്മുടെ എല്ലാ വാഹനങ്ങളും മുദ്ര ചെയ്യപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ തിരിച്ചോരോട് മുദ്ര ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് യാത്രകൾ കടന്നു പോകുന്ന വഴികൾ എല്ലാം ഒരിക്കൽ കൂടി മുദ്ര ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് യേശുവിന്റെ രക്തത്താൽ മുദ്ര ചെയ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ. എല്ലാവരും ചേർന്ന് വിളിക്കാമോ? ഈശോയെ.
കുപ്പിയിലാക്കുന്ന നാഥനുണ്ട്. കുപ്പി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് കുപ്പിയിലാക്കുന്ന നാഥനുണ്ട്. കുപ്പി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. സ്വന്തമായൊന്നുമേ നിനക്കില്ലാതെ പോകിലും, സ്വന്തമായൊന്നുമേ നിനക്കില്ലാതെ പോകിലും, സ്വന്തമായുള്ളവനോ എല്ലാറ്റിനും ഉടയവൻ, സ്വന്തമായുള്ളവനോ എല്ലാറ്റിനും ഉടയവൻ. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് കുപ്പിയിലാക്കുന്ന നാഥനുണ്ട്. കുപ്പി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്.